Moving forward with general question part 4. Imagine that your patient is become unconscious after lumbar puncture. Lumbar puncture ട്രീറ്റ്മെന്റിന് ശേഷം പേഷ്യന്റ് അൺകോൺഷ്യസ് ആകുകയാണെന്ന് വിചാരിക്കുക. Your question will be, what's the reason for a patient that's become unconscious after undergoing lumbar puncture? The answer is there is because of the cerebrospinal fluid leakage. Cerebrospinal fluid leakage, അതായത് CSF fluid leakage കൊണ്ടാണ് ഒരു പേഷ്യന്റ് അൺകോൺഷ്യസ് ആകുന്നത്. CFS ലീക്കേജിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആകുമ്പോൾ CSF ലീക്കേജ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യൻറ്റിന് വിസിബിളായിട്ട്, അതായത് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നത്? ഒന്നെങ്കിൽ പേഷ്യൻ്റ് പെട്ടെന്ന് അൺകോൺഷ്യസ് ആകും, അല്ലെങ്കിൽ ഗ്രാജ്വലി കോൺഷ്യസ് ലെവൽ ഡിക്രീസ് ചെയ്യും. ആൻഡ് ദർ വിൽ ബി ഡെഫിനറ്റ്ലി മോട്ടോർ ചേഞ്ചസ്. ഓക്കെ, ആൻഡ് ലംബാർ പങ്ക്ചറിന് നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിൽ സൈസ് എത്രയാണ്? The size of the needle which is commonly used in lumbar puncture, that's 25 gauge blend ended. Then what are the common errors in recording? For a nurse, it's very important that you document every finding and document everything you do for the patient. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ ചില എറേഴ്സ് സംഭവിക്കാറുണ്ട്, തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു എറർ സംഭവിച്ചാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു രജിസ്റ്റേർഡ് നഴ്സ് ഷുഡ് ബി ഡൂയിങ് once you found out the record you maintain. The information you recorded as wrong. The action should be draw a line through the error. തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി എഴുതിയ ആ ഡോക്യുമെന്റ് അതിൻ്റെ മുകളിൽ കൂടി ഒറ്റ ലൈൻ വരച്ചു വിടുക. അതിൽ ഒരുപാട് കുത്തിവരയ്ക്കൊന്നും ചെയ്യരുത്. ഓക്കെ, ജസ്റ്റ് ഡ്രോ എ ലൈൻ, റൈറ്റ് ഇനീഷ്യൽ ഡേറ്റ് ആൻഡ് ഡോക്യുമെന്റ് കറക്റ്റ് ഇൻഫർമേഷൻ. നമ്മുടെ പേര് അവിടെ എഴുതുക, ഡേറ്റ് എഴുതുക, അതിനുശേഷം റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താണോ അതവിടെ എഴുതുക. What do you just draw a line through the error? Write the initial and write the date, and you have to document the correct information there itself. And remember that, okay, that will be there in your options. What are the rights to giving medication? What are the rights again? Remember that right patient, right drug, right dose, right route and right time. ഈ 9 റൈറ്റ്സിനെ പറ്റി നമ്മൾ നേരത്തെ തിയറിയിൽ പഠിച്ചിരുന്നു. ബട്ട് മോസ്റ്റ്ലി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 5 കാര്യങ്ങളാണ്. റൈറ്റ് പേഷ്യൻ്റ് ആയിരിക്കണം, റൈറ്റ് ഡ്രഗ് ആവണം, റൈറ്റ് ഡോസ് ആയിരിക്കണം, റൈറ്റ് റൂട്ട് ആയിരിക്കണം. ഫൈനലി ഇറ്റ് ഷുഡ് ബി ഗിവിങ് ദ റൈറ്റ് ടൈം. You are going round in the hospital. Suppose you are going rounds in the hospital. ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് അഡ്മിറ്റ് ആണെന്ന് വിചാരിക്കുക ഹോസ്പിറ്റൽ. നമ്മൾ റൗണ്ട്സിന് പോകുമ്പോൾ ഫൈൻഡിങ് ഔട്ട് ദാറ്റ് ഡയബറ്റിക് പേഷ്യൻ്റ് ഈസ് മേക്കിംഗ് സൗണ്ട് ലൈക്ക് ട്രംബ്ലിംഗ് സൗണ്ട് ആൻഡ് ദ പേഷ്യൻ്റ് സേസ് ദാറ്റ് ഹി ഓർ ഷീ ഈസ് ബിക്കമിങ് ഡിസി. ഈ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, നമ്മളൊരു റൗണ്ട്സിന് പോവുകയാണെന്ന് വിചാരിക്കുക. ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് അഡ്മിറ്റഡ് ആണ് ഹോസ്പിറ്റലിൽ എന്നും വിചാരിക്കുക. പേഷ്യൻ്റ് ഒരു ട്രംബ്ലിംഗ് സൗണ്ട് പുറപ്പെടുവിക്കുകയാണ്, അല്ലെങ്കിൽ ഓൾസോ ദ പേഷ്യൻ്റ് ഈസ് ബിക്കം ഡിസി ഫീലിംഗ് ഉണ്ടെന്ന് പേഷ്യൻ്റ് പറഞ്ഞാൽ വാട്ട് ഷുഡ് ബി ദ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഫോർ എ രജിസ്റ്റേർഡ് നഴ്സ്? ഷീ ഓർ ഹി ഷുഡ് ബി ചെക്കിംഗ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഓഫ് ദി പേഷ്യൻ്റ്. അതായത് ഡയബറ്റിക് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഷുഗർ ലെവൽ എന്തെങ്കിലും വേരിയേഷൻ, ഷുഗർ ലെവലിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായിരിക്കാം, ഓൾട്ടേർഡ് ലെവൽ ആണെന്ന് മനസ്സിലാക്കി ഇമ്മീഡിയറ്റ്ലി വി ഹാവ് ടു ചെക്ക് ദ പേഷ്യൻ്റ് ഗ്ലൂക്കോസ് ലെവൽ. ദാറ്റ് ഷുഡ് ബി ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ഷൻ. ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻചാർജ്. വാട്ട്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ നേഴ്സ് ഇൻചാർജ്? ഇൻചാർജിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? Nurse in charge is responsible, especially overall responsible, for the safe and appropriate management of controlled drugs within the clinical area. Nurse in charge ന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ് ക്ലിനിക്കൽ ഏരിയയിലുള്ള കൺട്രോൾഡ് ഡ്രഗ്സിനെ കംപ്ലീറ്റ്ലി ഓർ പ്രോപ്പർലി മാനേജ് ചെയ്യുക എന്നത്. സോ വി ഓൾറെഡി ലേൺഡ് അബൌട്ട് കൺട്രോൾഡ് ഡ്രഗ്സ്. So remember that this is in charge is completely responsible for keeping an appropriate records for controlled drugs. It's the first and foremost responsible of in charge. Now what's meant by primary care?
നമുക്കറിയാം പ്രൈമറി കെയർ ഉണ്ട്, സെക്കൻഡറി കെയർ ഉണ്ട്, ടെറിഷറി കെയർ ഉണ്ട്. ഇതിൽ പ്രൈമറി കെയർ എന്നാൽ as the name says, പേര് പറയുന്നത് പോലെ തന്നെ പ്രൈമറി കെയർ is health care. It's provided in the community for the people making an initial approach to a medical practitioner or a clinical for advice or treatment. ദാറ്റ് മീൻസ് ക്ലിനിക്കൽ ഫെസിലിറ്റിയിൽ, അതായത് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു ക്ലിനിക്കൽ ഗൈഡൻസിന് വേണ്ടിയോ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയോ ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് എവിടെയാണ്? ഒരു ഹെൽത്ത് കെയർ സെറ്റപ്പിൽ തന്നെ ആയിരിക്കാം. അവിടെയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെയാണ് നമ്മൾ പ്രൈമറി കെയർ പ്രൊവൈഡേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ് പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അവിടെ നമ്മൾ പേഷ്യൻറ്റിന് നൽകുന്ന കെയർ ആണ് പ്രൈമറി കെയർ. ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിലുള്ള പേഷ്യൻറ്റിന് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണ്ടി വന്നാൽ പേഷ്യൻ്റ് അപ്രോച്ച് ചെയ്യുന്ന ക്ലിനിക്കൽ പേഷ്യൻറ്റിന് കിട്ടുന്ന ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കെയർ ഈസ് കോൾഡ് പ്രൈമറി കെയർ. നെക്സ്റ്റ് സെക്കൻഡറി കെയർ. സെക്കൻഡറി കെയർ എന്നാൽ പേഷ്യൻ്റ് നമ്മുടെ അണ്ടറിൽ വന്നു. സോ പ്രൈമറി കെയറിൽ നമുക്ക് മനസ്സിലായി പേഷ്യൻറ്റിന് ഫർദർ കൺസൾട്ടേഷൻ. For example, patient in a leg is broken and you want to refer the orthopedician. So, the primary consultation is over. Now we are referring the patient for further consultation. That is called secondary consultation or secondary care. Next one is tertiary care. Tertiary care is again more advanced care. This is the level. Just remember, the primary care means the first care and patient received in the community. മോസ്റ്റ്ലി ഇൻ ദ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് നമുക്ക് പ്രൈമറി കെയർ കൊടുക്കുന്നത്. നെക്സ്റ്റ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിനെയാണ് നമ്മൾ പ്രൈമറി കെയറും നൽകുന്നത്. സോ റിമെമ്പർ ദ ഡെഫിനിഷൻ. ദ ഹെൽത്ത് കെയർ പ്രൊവൈഡഡ് ഇൻ ദ കമ്മ്യൂണിറ്റി ഫോർ എ പീപ്പിൾ മേക്കിംഗ് ആൻ ഇനീഷ്യൽ അപ്രോച്ച് ടു മെഡിക്കൽ പ്രാക്ടീഷണർ ഓർ ക്ലിനിക് ഫോർ അഡ്വൈസ് ഓർ ട്രീറ്റ്മെൻറ്റ്. എന്തെങ്കിലും അഡ്വൈസിനോ ട്രീറ്റ്മെൻറ്റിനോ വേണ്ടി ഒരു ക്ലിനിക്കൽ ഫെസിലിറ്റിയിലുള്ള ആൾക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൈമറി കെയർ, ആദ്യം കൊടുക്കുന്ന അഡ്വൈസ്, അതൊക്കെയാണ് പ്രൈമറി കെയറിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സൈൻ ആൻഡ് സിംറ്റംസ് ഓഫ് സ്പീഡ് ഷോക്ക്? സർക്കുലേറ്ററി കൊളാപ്സ്, ഫ്ലഷ്ഡ് ഫേസ് ആൻഡ് ഹെഡേക്ക്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ജസ്റ്റ് റിവൈസിങ് ദാറ്റ്. ഓക്കെ, വാട്ട് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ്? Your question will be, the following are the sign and symptoms of speed shock except എന്ന് വരുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അല്ലാത്തത് എന്നൊരു ചോദ്യം വന്നാൽ you have to exclude peripheral edema. You should be able to identify the peripheral edema is not the sign and symptom of speed shock. What is the advantage of negative pressure wound therapy? It can reduce wound odor. It can increase the local blood flow in the wound area. It can decrease the use of long dressing. So, your question will be, the following are the advantage negative wound pressure therapy except. അങ്ങനെ വരുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും മാത്രം ഇൻക്ലൂഡ് അല്ല. അത് ഏതാണെന്ന് ചോദ്യം വന്നാൽ യുവർ ആൻസർ ഷുഡ് ബി അൺട്രീറ്റഡ് ഓസ്റ്റിയോമൈലിറ്റിസ്. അതായത് ഓസ്റ്റിയോമൈലിറ്റിസ് നമ്മൾ ഒരിക്കലും ഒരു നെഗറ്റീവ് വൂണ്ട് പ്രഷർ തെറാപ്പി അപ്ലൈ ചെയ്യുകയില്ല എന്നുള്ളത് യു ഷുഡ് ടു ഏബിൾ ടു ഐഡൻറ്റിഫൈ. സോ നെഗറ്റീവ് പ്രഷർ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഫോർ ട്രീറ്റഡ് ഓസ്റ്റിയോമൈലിറ്റിസ്. എന്തിനൊക്കെയാണ് നമ്മൾ നെഗറ്റീവ് വൂണ്ട് പ്രഷർ യൂസ് ചെയ്യുന്നത്? വൂണ്ട് ഓർഡർ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു, ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. ദേ ആർ ഓൾസോ റെഡ്യൂസ് ദ ടൈം പീരീഡ് ഓഫ് ഡ്രസ്സിങ്. ഇറ്റ്സ് നോട്ട് യൂസ്ഡ് ഫോർ ഓസ്റ്റിയോമൈലിറ്റിസ്. നൗ pathogen. What's a pathogen? Pathogen means something capable of causing infection. Remember, pathogen something capable of causing infection. ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാൻ കഴിവുള്ള ഒരു ഓർഗാനിസത്തിനെയാണ് നമ്മൾ പാത്തജൻ എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് ന്യൂസ്? ദ നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ന്യൂസ്? ഇഫ് ദേ ആസ്ക് യു ടു എലാബറേറ്റ് ന്യൂസ്, ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഡിറ്റോറിയേഷൻ ഓഫ് പേഷ്യൻസ് വൈറ്റൽ സൈൻസ്. അതായത് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഡിറ്റോറിയേഷൻ, പേഷ്യൻ്റ് വൈറ്റൽ സയൻസിലെ ഇനീഷ്യൽ ഡിറ്റക്ഷൻ ആൻഡ് ഡിറ്റോറിയേഷൻ, അതിനെ നമ്മൾ ഏർലി ഡിറ്റക്ട് ചെയ്യുന്നതാണ് ന്യൂസ്. ദെൻ വാട്ട് ഈസ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ? അതിൽ സിസ്റ്റോളിക് ഓർ ഡയസ്റ്റോളിക് ബി പിയുടെ ബ്ലഡ് പ്രഷർ വേരിയേഷൻ എങ്ങനെയാണ്? ഇഫ് ദ സിസ്റ്റോളിക് ബി പി ഈസ് റെഡ്യൂസിംഗ് ബിലോ 20 mm Hg, ഡയസ്റ്റോളിക് ബി പി റെഡ്യൂസിംഗ് ബിലോ 10 mm of Hg, we say that the patient is having orthostatic hypotension.
Systolic BP decreases by 20 mmHg and diastolic BP decreases by 10 mmHg. Next, you have gone to revise about the chain of infection. The link we are already discussed. The microorganisms. The first one. The second one is reservoir. Third one is the portal of exit. Fourth one is mode of transmission. Fifth one is portal of entry. The last one is susceptible host. Microorganism means that is the first link and this can be spread directly from person to person. Now the reservoir is the second link in that microorganism. Microorganism is found in the second link. This is the most suitable place where the microorganisms have all the things they need to grow and multiply. That means they will be growing a warmth and moist place. So the second link is the most suitable link for them to grow. അതിൽ ഏതൊക്കെയാണുള്ളതെന്ന് നോക്കിയാൽ ഹ്യൂമൻ മെയ്ഡ് ഐഡിയൽ റിസർവർ ഫോർ മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മോയ്സ്ചർ അല്ലെങ്കിൽ വാംത്തുള്ള ഒരു പ്ലേസിലാണ് മൈക്രോ ഓർഗാനിസം നന്നായി ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹോസ്റ്റ് ഓർ ഐഡിയൽ റിസർവോയർ ആണ് ഹ്യൂമൻ ബീയിങ്സ്. നൗ ദ തേർഡ് വൺ ഈസ് ദ പോർട്ടൽ ഓഫ് എക്സിറ്റ്. For the infection to spread, the microorganism must leave reservoir. That means the portal of exit is the third chain. Now the fourth one is mode of transmission. Microorganisms need mode of transmission to get up to transport to another person. That is the fourth link of the chain. Then the fifth one is portal of entry. And the sixth one is susceptible place. In this case, person is at risk. Moving to the next topic, that is verified WHO analgesic ladder. Adil first category is non-opioid. We have already learned this. ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കിയാൽ അസറ്റാമിനോഫിൻ, ASA, NSAIDs, they are used for mild pain. ഇത്രയുമാണ് നോൺ ഒപ്പിയോയിഡ്സിൽ വരുന്നത്. സെക്കൻഡ് കാറ്റഗറിയിൽ ഉണ്ടാകുന്നത് വീക്ക് ഒപ്പിയോയിഡ്സ് ഓർ നോൺ ഒപ്പിയോയിഡ്സ് അഡ്ജൻസ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് കാറ്റഗറി. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡറേറ്റ് പെയിനിന് വേണ്ടിയാണ്. Now, what are the drugs under which coming under that? They are, for example, tramadol, codeine and oxycodone. These are the few drugs that come under weak opioids. Now the third one is stronger opioids. A stronger opioids and opioids which are used for very severe pain. For example, hydromorphine, morphine, oxycodone, fentanyl, methadone, bromphine, etc. These are coming under stronger opioids. Next, how you are going to measure mean arterial pressure. And then mean arterial pressure എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? There is a formula. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. 2 into diastolic pressure plus systolic divided by 3. This is the formula to calculate mean arterial pressure. What is confidentiality? Confidentiality is the protection of health information of the patient. Confidentiality is the protection of personal information of a patient. ഒരു പേഷ്യൻറ്റിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാതെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെ കോൺസെപ്റ്റ്സ് ആണ് കോൺഫിഡൻഷ്യാലിറ്റിയിൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. കോൺസെപ്റ്റ് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. സപ്പോസ് എ പേഷ്യൻറ്റ് സേസ് that the information should not be disclosed to any other healthcare professionals. അത് ഒരു പേഷ്യൻറ്റിനോ മറ്റു പേഷ്യൻസിനോ ഹെൽത്ത് കെയർ വർക്കേഴ്സിനോ ഹാം ചെയ്യാത്ത രീതിയിൽ ഉള്ള പേഴ്സണൽ ഇൻഫർമേഷൻ ആണെങ്കിൽ നമ്മളത് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ വെക്കണം. എന്തൊക്കെ ഇൻഫർമേഷനാണ് കോൺഫിഡൻ്റ് ആയിട്ട് വെക്കാൻ പാടില്ല എന്നുള്ളത് നോക്കാം. പെർട്ടിക്കുലർ എന്തെങ്കിലും പേഷ്യൻറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആ പേഷ്യൻറ്റിനോ മറ്റു പേഷ്യൻറ്റിനോ ഹെൽത്ത് കെയർ വർക്കേഴ്സിനോ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇൻഫർമേഷൻ ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ്. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. നൗ അബൌട്ട് കൺസേൺ. 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ കൺസിഡർ ആസ് മൈനർ. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് സർജറിക്കോ മറ്റും കൺസെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഫ് ദ ചൈൽഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് or if the child is intellectually developed, we can take consent from them. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ആ കുട്ടിക്ക് ഉണ്ടെങ്കിലും അവരിൽ നിന്ന് നമുക്ക് കൺസെൻറ്റ് എടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് കൺസെൻറ്റ് എടുക്കാൻ കഴിയൂ.
18 വയസ്സിൽ കൂടുതലാണെങ്കിൽ പോലും അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൺസെന്റ് എടുക്കാൻ കഴിയൂ. അനദർ സിറ്റുവേഷൻ, ഒരു ഫിസിഷ്യൻ പേഷ്യൻറ്റിൻ്റെ ഒരു മെഡിക്കൽ റെക്കോർഡായിട്ട് പോവുകയാണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ അറിയാതെ ഈ റെക്കോർഡ് ഒരു പബ്ലിക് പ്ലേസിൽ പേഷ്യൻറ്റിൻ്റെ റെക്കോർഡ് എവിടെയെങ്കിലും ലീവ് ചെയ്തിട്ട് ഫിസിഷ്യൻ പോയി. അൺലോയിങ്ലി സംഭവിച്ചതാണ്. ദ റിപ്പോർട്ട് ബിക്കെയിം പബ്ലിക്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു ഫിസിഷ്യൻ ഈസ് സ്യൂഡ് ഫോർ വാട്ട്? ദ ഫിസിഷ്യൻ സ്യൂഡ് ഫോർ ഇൻവേർഷൻ ഓഫ് പ്രൈവസി. സോ റിമെമ്പർ ദാറ്റ്. And now another situation is HIV patient is admitted in your hospital and she doesn't want to disclose the particular information to healthcare worker or the physician. Being a registered nurse, what should be your action? You should encourage the patient to disclose the information to her physician. പേഷ്യൻറ്റിനെ എൻകറേജ് ചെയ്യുക. ഈ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാതിരുന്നാൽ അത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് ഫിസിഷ്യനെയും മറ്റ് പേഷ്യൻസിനെയും നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ദിസ് ഇൻഫർമേഷൻ മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് വിത്ത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആൻഡ് ഫിസിഷ്യൻ. യു ഷുഡ് എൻകറേജ് ദ പേഷ്യൻറ്റ് ഇറ്റ് സെൽഫ് ടു ടെൽ ദ ഇൻഫർമേഷൻ. ഇനിയും ഒരു അഡൽട്ട് പേഷ്യൻറ്റ് റിസർച്ച് സ്റ്റഡിക്ക് കൺസെൻറ്റ് തന്നു എന്ന് വിചാരിക്കുക. Later, the patient changed their mind. What this comes under? Which category? And this category comes under autonomy and informed consent. Research studyക്കായി consent തന്നു. Later, the patient changed their mind. This comes under autonomy and informed consent. You should be identified the right answer. A nurse is trying to cannulate a person. ക്യാനുലേഷൻ ചെയ്യാൻ അറിയാത്ത ഒരു നേഴ്സ്, കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു നേഴ്സ് ഒരു പേഷ്യൻറ്റിനെ ക്യാനുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു കൊളീഗ് ആണ്. ഈ ഒരു സിറ്റുവേഷൻ കണ്ടാൽ എന്താകും? ബീങ് എ രജിസ്റ്റേർഡ് നേഴ്സ് എന്താകും നമ്മൾ ചെയ്യുന്നത്? യു ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ദ ഇൻസിഡൻറ്റ് സംബഡി ഹു ഈസ് ഇൻ അതോറിറ്റി. നമ്മുടെ കൊളീഗ് ആണെങ്കിൽ പോലും നമ്മളത് പെർട്ടിക്കുലർ അതോറിറ്റിയെ മസ്റ്റായിട്ടും ഇൻഫോം ചെയ്തിരിക്കണം. Now, what's the term intrapersonal? That means within oneself. Now, what is country club management? A nurse manager how long concern for services and high concern for staff. That means a nurse manager who is having high concern for what? High concern for staff and low concern for services. Once again, what is country club management? A nurse manager who give low concern for services and highly concerned for staff. Next term, mini mental state examination or else MMSE. This is find out the problem with memory or mental issue. Remember that. Also, it helps to diagnose dementia. Lot of questions answers are included in this. പേഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ വർക്കർ അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റേറ്റ് എക്സാം എടുക്കുന്ന ആളും മാത്രമേ കാണുകയുള്ളൂ. സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റിൽ ദ പേഷ്യൻറ്റ് വിൽ ആസ്ക് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഹിയർ ഷി മസ്റ്റ് ബി ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ്. Based on the answer, the healthcare worker diagnosed the patient will have dementia or not. The next one is nitrous oxides or Entanox. ഇത് നമുക്ക് വൂണ്ട് ഡ്രസ്സിംഗ് ടൈമിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയ ഷോർട്ട് ടേം പെയിൻ റിലീവർ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ ടൈപ്പ് വൂണ്ടിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ചെസ്റ്റ് ഡ്രെയിൻ റിമൂവലിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് യൂസ് ചെയ്യുന്നത് പെയിൻ റിലീവർ ആയിട്ടാണെന്ന്. സോ ഇറ്റ്സ് റെഡ്യൂസ് ആങ്സൈറ്റി. ഓർത്തിരിക്കുക, റെഡ്യൂസ് ആങ്സൈറ്റി. Nitric oxides or Entanox is used as a mild pain reliever. During wound dressing especially, this is used for chest drain removal and also reduce the patient's anxiety. ഇനിയും എന്തൊക്കെ ഒബ്സർവേഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്? Your patient is frequently getting opioids. What are the observation you will be making? Opioids frequently കിട്ടുന്ന പേഷ്യൻറ്റിന് എന്തൊക്കെ ഒബ്സർവേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്? പേഷ്യൻ്റ് റെസ്പിറേറ്ററി റേറ്റ് ചെക്ക് ചെയ്യുക, ബോൾ മൂവ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്യുക, പെയിൻ അസസ്മെൻറ്റ് ചെയ്യുക ആൻഡ് സ്കോർ ഇറ്റ്. പെയിൻ സ്കോർ ചെയ്യുക എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെസ്പിറേറ്ററി റേറ്റ്, ബോൾ മൂവ്മെൻറ്റ്, പെയിൻ അസസ്മെൻറ്റ് എന്നിവ ചെയ്യുക. ദെൻ ഫൈൻഡിങ് റെക്കോർഡും ചെയ്യുക.
നെക്സ്റ്റ് ഇമ്പാക്റ്റഡ് ഇയർ വാക്സ്. ഇമ്പാക്റ്റഡ് ഇയർ വാക്സ് സൈൻസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഇയർ വാക്സ് ഇമ്പാക്റ്റ് ചെയ്താൽ അതിൻ്റെ സൈൻസ് എന്തൊക്കെയാണ്? പേഷ്യൻറ്റ് വിൽ ഹാവ് ഡിസ്നസ്, പേഷ്യൻറ്റ് വിൽ ഹാവ് ഡൾ ഹിയറിംഗ്, പ്രോപ്പർട്ടി ഹിയർ ചെയ്യാൻ പറ്റില്ല, പേഷ്യൻസ് റിഫ്ലെക്സസ് വിൽ ബി അഫക്റ്റഡ് ആൻഡ് ദ പേഷ്യൻറ്റ് വിൽ ഹാവ് കഫ്, ഡിസ്നസ്, ഡൾ ഹിയറിംഗ്, റിഫ്ലെക്സ് ആൻഡ് ദെൻ കഫ്. നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ഇതിൻ്റെ കൂടെ ഒരു റോങ് ഓപ്ഷനും കൂടി തന്നിട്ട് ചോദിക്കും. എക്സെപ്റ്റ് വാട്ട്? ഫോർ എക്സാമ്പിൾ, ഫോളോയിങ് ആർ ദ സൈൻസ് ഓഫ് ഇമ്പാക്റ്റഡ് ഇയർ വാക്സ് എക്സെപ്റ്റ്. അപ്പോൾ ചൂസ് എക്സെപ്റ്റ് സ്നീസിങ് എന്നൊരു ഓപ്ഷൻ അതിൽ തന്നിട്ടുണ്ടാവും. പക്ഷേ സ്നീസിങ് ആയിരിക്കില്ല ആൻസർ. എക്സെപ്റ്റ് സ്നീസിങ് എന്നായിരിക്കും ഓപ്ഷനാകും ഉണ്ടാവുന്നത്. ആൻസറായിട്ട് വരുന്നതും ഇത് തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ ഒരു പേഷ്യൻ്റ് മരിച്ചുപോയി എന്ന് വിചാരിക്കുക. പേഷ്യൻറ്റിൻ്റെ ഓർഗൻ ഡൊണേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പേഷ്യൻ്റെ റിലേറ്റീവ്സ് വന്നാൽ നമ്മൾ അതിന് അലൗ ചെയ്യുമോ ഇല്ലയോ? ഓൺലി ദ പേഷ്യൻറ്റ് ക്യാൻ ഗീവ് പെർമിഷൻ ടു ഡൊണേറ്റ് ഹിസ് ഓർ ഹെർ ഓർഗൻസ് ആഫ്റ്റർ ഡെത്ത്. എന്ന് വെച്ചാൽ മരിച്ചതിന് ശേഷം കൺസെൻറ്റ് തരാൻ പറ്റില്ല. അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പേഷ്യൻ്റ് ഡെത്തിന് ശേഷം ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ അനുവാദമുള്ളൂ. അതിന് വേറെ ആർക്കും കൺസെൻറ്റ് നൽകാൻ സാധിക്കില്ല. സോ ക്വസ്റ്റ്യൻ ഈസ്, after patient death, who can legally give permission for a patient body to be donated to the medical service? Answer is only the patient. They left the instruction for it. അതിനുള്ള ഇൻസ്ട്രക്ഷൻ പേഷ്യൻ്റ് ലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പേഷ്യൻറ്റിന് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനിൽ എന്തൊക്കെയാണ് ഉള്ളത്? പേഷ്യൻസ് ഇൻഫെക്ഷ്യസ് ആണെന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ വിൽ ബി എബവ് 38.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. Patient will have shivering, tachycardia and the patient will have hypotension. ഇതൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ അറ്റ്ലീസ്റ്റ് 2-3 ക്യാരക്ടറിസ്റ്റിക്സ് പേഷ്യൻറ്റിന് ഉണ്ടെങ്കിലും ഇൻഫെക്റ്റഡ് ആണെന്ന് പറയാൻ സാധിക്കും. ഡിസ്ഫാഗിയ എന്തുകൊണ്ടാണ് പേഷ്യൻറ്റിന് ഉണ്ടായതെന്നറിയാൻ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ആണ് ഗ്യാസ്ട്രോസ്കോപ്പി. സോ ഡിസ്ഫാജിയ ഉള്ള പേഷ്യൻറ്റിന് ഡിസ്ഫാജിയ റീസൺ മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷനാണ് ഗ്യാസ്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. So what is the potential complications of liver biopsy? ലിവർ ബയോപ്സിക്ക് ശേഷമുള്ള പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻ ആണ് puncture in the pleura blood vessel or bile duct which can cause bleeding or excretion of fluid. നമ്മൾ ലിവർ ബയോപ്സി ചെയ്യുന്ന സമയത്ത് അറിയാതെ നമ്മൾ പങ്ക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ പ്ലൂര ബ്ലഡ് വെസൽ ഓർ ബൈൽ ഡക്റ്റിനെയോ ഇഞ്ചുറി ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതാണ് ലിവർ ബയോപ്സിയുടെ പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻ. Now the side effects of hypotension. We already discussed it. Side effects of hypotension is decreased consciousness, oliguria, reduced coronary blood flow. These are the side effects of hypotension. Contraindication for a blood glucose meter for monitoring. ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഗ്ലൂക്കോമീറ്റർ വെച്ച് പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാൻ പാടില്ലാത്തത്? പേഷ്യൻറ്റിൻ്റെ പെരിഫറൽ സർക്കുലേഷൻ ഇമ്പേർഡ് ആണെങ്കിൽ ഒരിക്കലും ഗ്ലൂക്കോമീറ്റർ വെച്ച് പേഷ്യൻ്റെ ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് പേഷ്യൻ്റെ മാനുവലി നമ്മൾ പേഷ്യൻ്റെ പൾസ് റേറ്റ് അസസ് ചെയ്യണമെന്ന് പറയുന്നത്? Why it's important to assess the patient pulse rate manually? The reason is amplitude the pulse, പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, പൾസിൻ്റെ വോളിയം അല്ലെങ്കിൽ പൾസിലുള്ള എന്തെങ്കിലും ഇറഗുലാരിറ്റി ഇതൊന്നും നമുക്ക് ഒരിക്കലും ഓട്ടോമേറ്റഡ് ഇലക്ട്രോണിക് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് നമ്മൾ അത് മാനുവലി ചെക്ക് ചെയ്യണമെന്ന് തന്നെ പറയുന്നത്. പൾസ് ആംപ്ലിറ്റ്യൂഡ്, പൾസ് വോളിയം ഇതൊന്നും ഓട്ടോമേറ്റഡ് മെഷീൻ വെച്ച് ചെക്ക് ചെയ്യാനോ ഒന്നും കഴിയാത്തത് കൊണ്ടാണ് പേഷ്യൻ്റെ പൾസ് റേറ്റ് മാനുവലി ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. Today we are going to see some general questions from part 8. Now we are moving on to infection control. In infection control, in the standard precautions, what are the things which we need to do? So, in the standard precautions, we need to use appropriate hand hygiene. Standard precautions നുള്ളിൽ നമ്മൾ appropriate hand hygiene maintain ചെയ്തിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. Wearing gloves and aprons when necessary. അതായത് ആവശ്യമുള്ളപ്പോഴൊക്കെ ഗ്ലൗസ് ആൻഡ് ഏപ്രൺ വിയർ ചെയ്തിരിക്കണം. Disposing the used sharps safely and providing the care in a suitably clean environment to protect yourself and the patient. Next, disposing അതായത് യൂസ് ചെയ്ത ഷാർപ്സ് സേഫ്ലി ഡിസ്പോസ് ചെയ്യുക.
എന്നിട്ട് സേഫ്ലി ഡിസ്പോസ് ചെയ്തിട്ട് അത് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിൽ ഈ ഒരു ടോപ്പിക്കും വരുന്നതാണ്. പ്രൊവൈഡിങ് കെയർ ഇൻ സ്യൂട്ടബിളി ക്ലീൻ എൻവയോൺമെൻറ്റ്, നമ്മൾ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന എൻവയോൺമെൻറ്റ് ക്ലീൻ ആയിരിക്കണം. ടു പ്രൊട്ടക്ട് യുവർ സെൽഫ് ആൻഡ് ദ പേഷ്യൻറ്റ്, പേഷ്യൻറ്റിനെയും നമ്മളെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാവണം നമ്മൾ കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിൻ്റെ അണ്ടറിൽ വരുന്നത് പ്രോപ്പർ യൂസേജ് ഓഫ് ഹാൻഡ് ഹൈജീൻ, വിയറിംഗ് ഗ്ലൗസ് ആൻഡ് ഏപ്രൺ വെനെവർ നെസസറി, ആൻഡ് പ്രോപ്പർ ഡിസ്പോസിംഗ് ഓഫ് ഷാർപ്സ്, പ്രൊവൈഡിംഗ് എ ക്ലീൻ എൻവയോൺമെൻറ്റ്. If the patient is in source isolation, what are the things the nurse should do? So, she should ensure that you wear appropriate PPE for the purpose of preventing the spread of organisms from the patient to the others. Nurse should wear a PPE for the purpose of preventing spread of the organisms from the patient to the others. Next, if the patient is infected with Clostridium difficile, what are the actions we need to take prevent the spread of the infection? What we should do? We need to review antimicrobial daily and hand wash with soap and water after each contact with the patient. We should wash your hands with soap and water before and after the contact with the patient. As per enhanced cleaning with chlorine-based products. യൂസ്ഡ് ഗ്ലൗസ് ആൻഡ് ഏപ്രൺസ് വെൻ ഡിസ്പോസിങ് ബോഡി ഫ്ലൂയിഡ്സ്, അതായത് നമ്മൾ ഗ്ലൗസും ഏപ്രൺസും യൂസ് ചെയ്യുക ബോഡി ഫ്ലൂയിഡ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത്. ഇഫ് എ നഴ്സ് ഹാസ് ആൻ ആക്സിഡൻ്റൽ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി, വാട്ട് യു ഷുഡ് മേക്ക്, അതായത് നമ്മളിപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് മേക്ക് ദ വൂണ്ട് ബ്ലീഡ്, ദെൻ പ്ലീസ് അണ്ടർ റണ്ണിങ് വാട്ടർ വാഷ് തറൗലി വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. നമ്മൾ റണ്ണിങ് വാട്ടറിൻ്റെ അണ്ടറിൽ കൈ എവിടെയാണോ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഉണ്ടായത് അത് വെച്ചിട്ട് വാഷ് തറൗലി അണ്ടർ റണ്ണിങ് വാട്ടറിലാകണം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് ദ വൂണ്ട് ബ്ലീഡ് ചെയ്യാൻ അനുവദിക്കുക, അതായത് വൂണ്ട് ബ്ലീഡ് ചെയ്യാൻ അനുവദിക്കുക ആൻഡ് ദെൻ വാഷ് അണ്ടർ റണ്ണിങ് വാട്ടർ. വി നീഡ് ടു ഫിൽ ആൻ ഇൻസിഡൻറ്റ് ഫോം ആൻഡ് വി നീഡ് ടു ഇൻഫോം ദി മാനേജർ ഓൺ ഡ്യൂട്ടി. Then test yourself and the patient for infection, the blood-borne viruses. പേഷ്യൻറ്റിന് യൂസ് ചെയ്ത നീഡിലാണ് നമ്മളും യൂസ് ചെയ്തത്. സോ ആ പേഷ്യൻറ്റിനെയും നമ്മളെയും ബ്ലഡ് ബോൺ വൈറസസിന് വേണ്ടി അല്ലെങ്കിൽ ബ്ലഡ് ബോൺ ഡിസീസിന് വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കണം. ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഉണ്ടായാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വി ഷുഡ് അലൗ ദ വൂണ്ട് ടു ബ്ലീഡ് ആൻഡ് വാഷ് ദ ഏരിയ തറോലി അണ്ടർ റണ്ണിങ് വാട്ടർ. We need to fill an incident form and we need to escalate the problem to the manager. Next, we need to test the patient as well as ourselves for any blood-borne diseases. Now, if the patient has UTI, what are the symptoms the patient will experience? So, he may have increased temperature, raised WBC count, color of the urine become cloudy. What will happen? The patient will have increased temperature, raised WBC count, patient will have some confusion, color, then time in color on the urine become cloudy. If a 75-year-old woman who had abdominal hysterectomy 2 days ago, in order to reduce the risk of getting deep vein thrombosis, what are the actions the nurse should do? We should provide adequate analgesia for the patient to reduce the pain. If subcutaneously low molecular heparin as prescribed, heparin കൊടുക്കണം for clots prevention ആയിട്ട്. Okay. Then next make sure that she is wearing anti-embolic stockings. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പേഷ്യൻറ്റിന് പെയിൻ കുറയ്ക്കാനായി അനാൽജസിയ കൊടുക്കുക. അനാൽജസിയ കൊടുത്ത് പെയിൻ കുറഞ്ഞെങ്കിൽ മാത്രമേ പേഷ്യൻറ്റ് മൂവ് ചെയ്യുകയുള്ളൂ. ലോ മോളിക്കുലാർ ഹെപ്പാരിൻ കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. സബ്ക്യൂട്ടേനിയസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ പേഷ്യൻ്റ് ആൻറ്റി എംബോളിക് സ്റ്റോക്കിങ്സ് വിയർ ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുക. സപ്പോസ് ദ പേഷ്യൻറ്റ് ഹാസ് 18 years old ആൻഡ് ഹി ഹാസ് അക്വയർഡ് excretion of COPD, shortness of breath, difficult to mobilize. In order to prevent the pressure ulcers, what we should do? So, we need to access his risk with developing blood source. നമ്മൾ പേഷ്യൻറ്റിനെ അസിസ്റ്റ് ചെയ്യണം. ദ പേഷ്യൻറ്റിന് റിസ്ക് ഫോർ ഡെവലപ്പിംഗ് ബ്ലഡ് സോർ ഉണ്ടോ എന്ന്. നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് അപ്രോപ്രിയേറ്റ് പ്രഷർ റിലീവിംഗ് മാറ്റേഴ്സ് ഫോർ ഹിസ് ബെഡ് ആൻഡ് കുഷ്യൻ ഫോർ ഹിസ് ചെയർ. പേഷ്യൻറ്റിന് നമ്മൾ കംഫർട്ടബിളായിട്ടുള്ള ഒരു പ്രഷർ റിലീവിംഗ് മാട്രസ് ആൻഡ് കുഷ്യൻ, അതായത് മൊബിലൈസ് ചെയ്യുമ്പോൾ ചെയറിൽ ഒരു കുഷ്യൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം.
Next, reassess the pressure area at least twice in a day and keep them clean and dry. സോ പേഷ്യൻറ്റിന് പ്രഷർ സോർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസ്ക് ഉണ്ടെങ്കിൽ വി നീഡ് ടു റീഅസസ് ദ പേഷ്യൻറ്റ് ട്വൈസ് ഇൻ എ ഡേ ആൻഡ് വി നീഡ് ടു കീപ് ദ പേഷ്യൻറ്റ് സ്കിൻ ഓൾവേസ് ക്ലീൻ ആൻഡ് ഡ്രൈ. Next, fluid and nutritional intake and support him to make the changes as indicated. പേഷ്യൻറ്റിൻ്റെ ഫ്ലൂയിഡ് ആൻഡ് ന്യൂട്രീഷണൽ ഇൻടേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ പ്രഷർ അൾസേഴ്സ് ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ്. സോ വാട്ട് വി ഷുഡ് ഡു? We should review his fluid and nutritional intake. Then we need to support him to make changes we indicated. Now, 76 years old woman has number of falls at home. Now she is admitted in a hospital. So in order to ensure her safety, what a nurse should do? So the nurse should make sure that the bed is free from clutter. In order to maintain the safety of the patient, it should be free from clutter. ക്ലട്ടറിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. ദ പേഷ്യൻറ്റ് ഹാസ് ടു റീച്ച് എവറിഥിങ് ഷീ നീഡ്. വി നീഡ് ടു കീപ് ഓൾ ദ തിങ്സ് വിച്ച് ഷീ നീഡ് റിക്വയർഡ് നിയർ ടു ദി പേഷ്യൻറ്റ്. ഫോർ എക്സാമ്പിൾ, പേഷ്യൻറ്റിന് ഒരു ഗ്ലാസ് വാട്ടർ വേണമെങ്കിൽ അത് അടുത്ത് തന്നെ പേഷ്യൻറ്റിന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. പേഷ്യൻറ്റിന് നടന്നുപോയി എടുക്കേണ്ട ഒരു ആവശ്യം വരരുത്. വി നീഡ് ടു കീപ് എവറിഥിങ് വിത്തിൻ ദി റീച്ച് ഓഫ് ദി പേഷ്യൻറ്റ്. വി ഹാവ് ടു ഗീവ് ദ അസിസ്റ്റൻസ് ടു ദി പേഷ്യൻറ്റ് when the patient is going to the toilet, so that we could ensure not falling. It then ensure fitting slippers and walking needs. പേഷ്യൻറ്റിന് നമ്മൾ ഫിറ്റിംഗ് ആയിട്ടുള്ള വാക്കിംഗ് സ്റ്റാൻഡ് നൽകിയിരിക്കണം. ലൂസായിട്ടുള്ള സ്ലിപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും there is a risk to fall. സോ കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള സ്ലിപ്പർ തന്നെ പേഷ്യൻ്റ് യൂസ് ചെയ്യുന്നുവെന്ന് എൻഷുർ ചെയ്യുക. അതുപോലെ വാക്കിംഗ് എയ്ഡ്സ് ആവശ്യമുണ്ടെങ്കിൽ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. Within the hospital, what we should do? We should make sure that the patient's bed is free from clutter. The patient can reach everything that she need. Next, there should be assistance for going to the toilet. And also we ensure the patient is wearing fit slippers and provide the walking aids for walking. Next, what is supportive communication? During supportive communication, there should be listening, clarify the concerns of the patient and feelings of the patient using open-ended questions. So, what is supportive communication? And there should be active listening during the supportive communication. Then, if the patient has a feeling to express or some concerns to discuss, so we should clarify them by using open-ended questions. Open-ended questions make the patients to express his feelings and concerns. So we always use open-ended questions doing supportive communication, and we should be in active listening. Then the behavior encourage the patient talk about their concerns. We should encourage the patient to ask or talk about the concerns. Discussed about the concerns they have. The next, tell the patient you are interested in what is concerning them, and tell the patient that you are interested in what is concerning them. You should tell them that what's your problem and I am there to listen you. You should tell the patient that I am interested in what you are going to talk, so that you are available to listen the concerns. What are the aspects of anxiety? There are 3 aspects of anxiety. They are physical, behavioral and cognitive. In the physical aspects of anxiety, there will be bodily sensations. If the patient has a fight, there will be anxiety physically. Next, behaviorally, the person is going through a difficult situation. He needs to avoid a particular situation which will make him anxiety, which will be difficult for him. He will avoid it. During that time, he will experience some anxiety. That's called the behavioral anxiety. The cognitive anxiety, it means thinking of something. If the patient is thinking worse, he will feel anxiety. Next, we are going to eliminatory system. What is penile sheath? Penile sheath means a device which is used to manage incontinence. All other incontinence measures are failed. അതായത് പെനൈൽ ഷീത്ത് ഒരു ഡിവൈസ് ആണ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മാനേജിങ് ഇൻകോണ്ടിനൻസ്. അതായത് അതർ മെഷേഴ്സ് ഓഫ് കോണ്ടിനൻസ് എല്ലാം
ഫെയിൽ ആവുന്നിടത്താണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. വേറെ മെഷേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് അത് ഫെയിൽ ആകുമ്പോൾ ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷറാണ് പിനൈൽ ഷീത്ത്. Next, when you choose the correct size of catheter, which type of catheter we should use? We should go for the smallest size of the catheter. When you have choosing for the correct size of catheter, what are the instructions we should give to the patient after the catheter removal? We should encourage the patient after catheter removal. If the patient to encourage to exercise and drink 2 to 3 liters of fluid per day. നമ്മൾ നമ്മുടെ പേഷ്യൻറ്റിനോട് എക്സസൈസ് ചെയ്യാൻ പറയുക, ഒപ്പം തന്നെ 2 തൊട്ട് 3 ലിറ്റർ വരെ അല്ലെങ്കിൽ 2 to 3 ഫ്ലൂയിഡ് പെർ ഡേ അഡ്വൈസ് ചെയ്യുക ആഫ്റ്റർ റിമൂവിങ് catheter. The way we should keep the positioning of the urine catheter valve. We should keep it always below the level of bladder. For what? In order to reduce the backflow of urine. സോ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബ്ലാഡർ ലെവലിന് താഴെയാകും യൂറിൻ ബാഗ് വെക്കുക. എന്തിനാണ്? ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് യൂറിൻ. സോ നെക്സ്റ്റ്, വാട്ട് ഈസ് iatrogenic constipation? If the patient is anti-emetic or opioid medication, the person may experience some kind of constipation called iatrogenic constipation. If the patient is an antiemetic for opioid medication, the patient will experience constipation. This is called iatrogenic constipation. If the patient has diarrhea, what are the initial management of the nurse should do? First, assess the patient for the signs of dehydration. Next, she should give the patient under source isolation. Then, we should use universal precaution. If you are going to loop colostomy to a patient, so while selecting the correct site, what are the things keep in your mind? First, we should think about the cognitive ability of patient. ആ പേഷ്യൻറ്റിന് എത്രത്തോളം തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്, ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കാനും അയാളുടെ കോഗ്നിറ്റീവ് എബിലിറ്റി വെച്ച് മാനേജ് ചെയ്യാനുമുള്ള കഴിവ് ഉണ്ടോ എന്ന് നോക്കണം. നെക്സ്റ്റ്, ലൈഫ് സ്റ്റൈൽ. പേഷ്യൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈൽ വെച്ചാണ് നമ്മൾ സ്റ്റോമ സൈറ്റ് സെലക്ട് ചെയ്യേണ്ടത്. ഒരു ബിസിനസ് വുമൺ ആണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ ആണ് എങ്കിൽ അയാൾക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ കൊളസ്ട്രമി ബാഗ് വെച്ചിട്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. സോ അയാൾക്ക് ഒരു ഹൈഡിങ് ആയിട്ടുള്ള പ്ലേസിലാകും നമ്മളിത് വെക്കേണ്ടത്. സോ അക്കോർഡിംഗ് ടു ദ ലൈഫ് സ്റ്റൈൽ ഓഫ് എ പേഴ്സൺ വി സെലക്ട് ദ കറക്റ്റ് സൈറ്റ് ഫോർ സ്റ്റോമ ബാഗ്. നെക്സ്റ്റ്, പൊസിഷൻ ഓഫ് ദി സ്റ്റോമ. പേഷ്യൻറ്റിന് എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കണം. ഒരു പെർട്ടിക്കുലർ സ്ഥലത്താണ് സ്റ്റോമ വേണ്ടത്, അതായത് സോ വി ക്യാൻ ചേഞ്ച് ദ പൊസിഷൻ ഓഫ് സ്റ്റോമ. ദെൻ ദ സ്റ്റേറ്റ് ഓഫ് ദി പെരിസ്റ്റോമൽ സ്കിൻ. സ്റ്റോമയുടെ എറൗണ്ടിലുള്ള സ്കിൻ, അവിടെ എന്തെങ്കിലും റെഡ്നെസ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ റാഷസ് ഉണ്ട്, സോ അങ്ങനെയുള്ള ഒരു പ്ലേസിൽ നമ്മൾ കൊളസ്റ്റോമി ബാഗ് വെക്കുമ്പോൾ അവിടെ പിന്നെയും ഒരു അൾസറേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സ്കിൻ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. പെരിസ്റ്റോമൽ സൈറ്റിൻ്റെ കൂടെ നമ്മൾ സ്കിന്നിൻ്റെ ടൈപ്പും കൂടി നമ്മളുടെ മനസ്സിൽ ഉണ്ടാകണം. ഓർ വൈൽ സെലക്ട് ദ സൈറ്റ് ഫോർ കൊളസ്ട്രമി. ആൻഡ് നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് സ്റ്റോമ. അതായത് എന്ത് ടൈപ്പ് ഓഫ് സ്റ്റോമയാണ് നമ്മൾ പെർട്ടിക്കുലർ പേഷ്യൻറ്റിന് ചെയ്യാൻ പോകുന്നത്, അതും നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, പേഷ്യൻ്റ് പ്രിഫറൻസ്. പേഷ്യൻറ്റിന് എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ട്, അതായത് റൈറ്റിൽ വേണം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വേണം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ വേണം എന്നിങ്ങനെയുള്ള പ്രിഫറൻസുകളൊക്കെ കൺസിഡർ നമ്മൾ ചെയ്യുകയും വേണം. സോ വി ഷുഡ് കൺസിഡർ ദ കോഗ്നിറ്റീവ് എബിലിറ്റി ഓഫ് ദി പേഷ്യൻറ്റ്, ലൈഫ് സ്റ്റൈൽ ഓഫ് ദി പേഷ്യൻറ്റ്, പൊസിഷൻ ഓഫ് സ്റ്റോമ ആൻഡ് സ്റ്റേറ്റ് ഓഫ് പെരിസ്റ്റോമൽ സ്കിൻ ടൈപ്പും സ്റ്റോമ ആൻഡ് പേഷ്യൻ്റ്, ഇതെല്ലാം നമ്മൾ പ്രിഫറൻസ് നോക്കിയിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. When you are providing stomata education and patient prepared for the discharge, what are the things you should keep in your mind? Patient can independently manage their stoma. We make sure that നമ്മളൊരു പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ പേഷ്യൻറ്റിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്റ്റോമ സൈറ്റ് മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ എൻഷുർ ചെയ്യണം ബിഫോർ ദ ഡിസ്ചാർജ് ഓഫ് ദി പേഷ്യൻറ്റ്. അതുപോലെ തന്നെ ദ പേഷ്യൻറ്റ് ക്യാൻ ഗെറ്റ് ഓൾ ദി സപ്ലൈസ്. ദ കൊളോസ്റ്റമി വാൾവ് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്ലൂ റീപ്ലേസ് ചെയ്യണം. സോ ഈ സപ്ലൈസിനെയൊക്കെയും പേഷ്യൻറ്റിന് അവൈലബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ ഡിസ്ചാർജിന് മുൻപ് തന്നെ എൻഷുർ ചെയ്യണം.
എന്തൊക്കെയാണ് മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യങ്ങൾ? ദ പേഷ്യൻറ്റ് ക്യാൻ ഇൻഡിപെൻഡൻ്റ്ലി മാനേജ് ദ സ്റ്റോമ അറ്റ് ദ സെയിം ടൈം ഹി ഓർ ഷീ ഗെറ്റിംഗ് ഓൾ ദി സപ്ലൈസ് അറ്റ് ദ റിക്വയർഡ് ടൈം. Now we are going to see the topic positioning and moving of a patient. So first we should know what is the skeleton. Skeleton is the structural framework. Structural framework ആണ് ഒരു skeleton എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് മസിൽസ്? വി ആർ ഗോയിങ് ടു സീ മസിൽസ്. മസിൽസിൻ്റെ പർപ്പസ് എന്താണ്? മസിൽസ് വിൽ ഹെൽപ്പ് ദ സ്കെലിറ്റൺ ടു മൂവ് ബൈ കോൺട്രാക്റ്റിംഗ് ആൻഡ് എക്സ്റ്റെൻഡിങ്. മസിൽ സ്കെലിറ്റനെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ കോൺട്രാക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. മസിൽസ് ക്രോസ് അറ്റ്ലീസ്റ്റ് വൺ ജോയിൻറ്റ്. മസിൽസ് അറ്റ്ലീസ്റ്റ് ഒരു ജോയിൻറ്റിനെങ്കിലും ക്രോസ് ചെയ്യും. ദെൻ ദ സെയിം ടൈം ദേ ആർ അറ്റാച്ച്ഡ് ടു ദ സ്കെലിറ്റൺ. വാട്ട് ആർ ദ കോമൺ ഇഫക്ട്സ് ഓഫ് ഇനാക്ടിവിറ്റി? ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനാക്റ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകുന്ന എഫക്ട്സ്? ഹി മേ ഹാവ് സോഷ്യൽ ഐസൊലേഷൻ. സോഷ്യലി ആക്റ്റീവ് ആയിരിക്കില്ല, വീടിനുള്ളിൽ തന്നെ ആയിരിക്കും. സോ ഫ്രണ്ട്സിനെ ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഹി വിൽ ഹാവ് സോഷ്യൽ ഐസൊലേഷൻ. ആൻഡ് നെക്സ്റ്റ് ലോസ് ഓഫ് സ്ട്രെങ്ത് ഓഫ് മസിൽ. കുറേ നാൾ യൂസ് ചെയ്യാതിരുന്നാൽ മസിൽസിൻ്റെയൊക്കെയും സ്ട്രെങ്ത് കുറയും. സോ ഹി വിൽ ഹാവ് ലോസ് ഓഫ് സ്ട്രെങ്ത് ഓഫ് മസിൽ. നെക്സ്റ്റ് ഹി മേ ഹാവ് എ പൾമിനറി എംബോളിസം. then he will have loss of independence. He will depend on someone. എല്ലാ കാര്യങ്ങളിലും ഒരാളെ ആവശ്യമുണ്ട്. So he will have loss of independence. Next, he will behave high risk of chest infection. കുറേ നാളായി ബെഡിൽ തന്നെ ആയതുകൊണ്ട് സെക്രീഷൻസ് അക്യൂമുലേറ്റ് ചെയ്തിട്ട് പേഷ്യൻറ്റിന് ഹൈ റിസ്ക് ഓഫ് ചെസ്റ്റ് ഇൻഫെക്ഷൻ ലൈക്ക് ന്യൂമോണിയ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മോസ്റ്റ് കോമൺ എഫക്റ്റ് ഓഫ് ഇനാക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സോഷ്യൽ ഐസൊലേഷൻ ഉണ്ടാകും, ലോസ് ഓഫ് സ്ട്രെങ്ത് ഓഫ് മസിൽസ് ഉണ്ടാകും, പൾമിനറി എംബോളിസം ഉണ്ടാകും, ലോസ് ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാകും, ആൻഡ് ദെൻ ഹൈ റിസ്ക് ഓഫ് ചെസ്റ്റ് ഇൻഫെക്ഷനും ഉണ്ടാകും. Now, while helping a patient who has shortness of breath to move to a chair, what we should keep in our mind? Which position we should give to our patient? We should keep ഓർത്തോമിന പൊസിഷൻ. എന്താണ് ഓർത്തോമിൻ പൊസിഷൻ? വി ഷുഡ് കീപ് ദ പേഷ്യൻറ്റ് സിറ്റ് ഫോർവേഡ് ലീനിങ് പൊസിഷൻ. പേഷ്യൻറ്റിനെ നമ്മൾ ഫോർവേഡ് ലീനിങ് പൊസിഷനിലാവണം ഇരുത്തുന്നത്. സപ്പോർട്ടഡ് ബൈ പില്ലോസ്. പില്ലോസിൻ്റെ സപ്പോർട്ട് കൊടുത്ത് പേഷ്യൻറ്റിനെ നമ്മൾ ഫോർവേഡ് ലീനിങ് പൊസിഷനിലാകണം ഇരുത്തുന്നത്. ആൻഡ് നീഡ് ടു അസസ് എ നെബുലൈസർ ആൻഡ് ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ. പേഷ്യൻറ്റിൻ്റെ അടുത്ത് തന്നെ നെബുലൈസർ ആൻഡ് ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ്റെയും ആക്സസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പേഷ്യൻറ്റിനെ നമ്മൾ ഓർത്തോമിൻ പൊസിഷനിലാകണം ഇരുത്തുക. സോ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉള്ള പേഷ്യൻറ്റിനെ ഓർത്തോമിൻ പൊസിഷനിലാണ് ഇരുത്തുന്നത്. ഓർത്തോമിൻ പൊസിഷൻ എന്നാൽ വീണ്ടും പറയുന്നു, ഫോർവേഡ് ലീനിങ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരുത്തുന്നതിനെയാണ് ഓർത്തോമിൻ പൊസിഷൻ എന്ന് പറയുന്നത്, വിത്ത് ദ സപ്പോർട്ട് ഓഫ് പില്ലോ. അതുപോലെ തന്നെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക പേഷ്യൻറ്റിൻ്റെ അടുത്ത് തന്നെ നെബുലൈസർ ആൻഡ് ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ ആക്സസ് ഉണ്ടെന്നും. Now the patient has bronchitis. ഏത് പൊസിഷനിലാണ് നമ്മൾ പേഷ്യൻറ്റിനെ സെക്രീഷൻ ഡ്രെയിൻ ചെയ്യാനായി കിടത്തേണ്ടത്? That would help to drain the secretion for a patient who has bronchitis. Lying on his side with area to be drained. അയാളെ ഒരു സൈഡിലേക്കാകണം കിടത്തേണ്ടത്. ഏത് ഏരിയയിൽ നിന്നാണോ ഡ്രെയിൻ ചെയ്യേണ്ടത് ആ ഏരിയയിലേക്കാകണം കിടത്തേണ്ടത്. ആഫ്റ്റർ ദ പേഷ്യൻറ്റ് ഹാസ് ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ. പേഷ്യൻറ്റിന് നമ്മൾ ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ കൊടുത്തിട്ട് ഏത് സൈഡിലാണോ ഡ്രെയിൻ ചെയ്യേണ്ടത് ആ സൈഡിലാണ് പേഷ്യൻറ്റിനെ കിടത്തേണ്ടത്. ദെൻ എ പേഷ്യൻറ്റ് ഹു ഹാവ് CVA, cerebrovascular accident. Something patient left leg was increased in tone ആണ്. Very stiff and difficult to position comfortable. പേഷ്യൻറ്റിന് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്? CVA ഉണ്ട്, ഇൻക്രീസ്ഡ് ടോൺ ഉണ്ട്, വെരി സ്റ്റിഫ് ആണ്, സെയിം ടൈം ഡിഫിക്കൾട്ട് ടു പൊസിഷൻ കംഫർട്ടബിൾ. കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ കൊടുക്കാൻ ഡിഫിക്കൽട്ടീസും ഉണ്ട്. സോ ആ പേഷ്യൻറ്റിനെ നമ്മൾ എന്താവണം ചെയ്യേണ്ടത്? സോ വി ട്രൈ ടു ഡിമിനിഷ് ഇൻക്രീസ്ഡ് ടോൺ ബൈ അവോയ്ഡിങ് എക്സ്ട്രാ സ്റ്റിമുലേഷൻ. അതായത് പേഷ്യൻ്റെ ലെഫ്റ്റ് ലെഗിന് ഇൻക്രീസ്ഡ് ടോൺ ആണ്, അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ട്രൈ ഡിമിനിഷ് ദ ഇൻക്രീസ്ഡ് ടോൺ ബൈ അവോയ്ഡിങ് എക്സ്ട്രാ സ്റ്റിമുലേഷൻ. എക്സ്ട്രാ സ്റ്റിമുലേഷൻ ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല, മിനിമൽ ആയിട്ടുള്ള സ്റ്റിമുലേഷൻ ചെയ്യാനേ പാടുള്ളൂ. എക്സ്ട്രാ സ്റ്റിമുലേഷൻ നൽകിയാൽ ഇൻക്രീസ്ഡ് ടോൺ കൂടുകയേ ഉള്ളൂ. സോ ഇൻക്രീസ്ഡ് ടോൺ കുറയ്ക്കാൻ വി ഷുഡ് അവോയ്ഡ് എക്സ്ട്രാ സ്റ്റിമുലേഷൻ. ദെൻ വി ഷുഡ് പ്രൊവൈഡ് സപ്പോർട്ടീവ് പില്ലോ ഫോർ ദി പേഷ്യൻറ്റ്. അതായത് ലെഫ്റ്റ് ലെഗ് ഇൻസൈഡ് ദ ലൈൻ പൊസിഷൻ ആൻഡ് നീ ഫ്ലെക്സ്ഡ്. ലെഫ്റ്റ് ലെഗ് സൈഡ് ലൈനിൽ പൊസിഷനിൽ വെച്ചിട്ട് നീ ഫിക്സ്ഡ് ആക്കി വെക്കുക. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ന്യൂട്രീഷണൽ ഫ്ലൂയിഡ് ബാലൻസ് ആൻഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ.
What you mean by positive fluid balance? If fluid input exceeds output means positive fluid balance. അതായത് fluid intake ഔട്ട്പുട്ടിനെക്കാട്ടിലും കൂടുതൽ ആണെങ്കിൽ this is called positive fluid balance. Why we are providing internal feeding to the patient? We are providing internal feeding to the patient to ensure optimal nutritional status. ഒരു പേഷ്യൻറ്റിന് ഓറലി ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നമ്മൾ എൻഷുർ ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണ് ഇൻറ്റേർണൽ ഫീഡിംഗ് കൊടുക്കുന്നത്. ഇൻറ്റേർണൽ ഫീഡിംഗ് ചെയ്യുന്ന പേഷ്യൻറ്റിനെ നമ്മൾ എന്തൊക്കെ ചെയ്യണം? വി ഷുഡ് മോണിറ്റർ ടു അവോയ്ഡ് കോംപ്ലിക്കേഷൻസ്. ഒരു പേഷ്യൻറ്റിന് ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാകും, അപ്പോൾ പേഷ്യൻറ്റിന് ഒരു ആസ്പിറേഷനുള്ള ചാൻസ് ഉണ്ട്. സോ വി നീഡ് ടു മോണിറ്റർ ദ പേഷ്യൻറ്റ് ടു അവോയ്ഡ് കോംപ്ലിക്കേഷൻസ്. ഒരു ഇൻറ്റേർണൽ ഫീഡിംഗ് ഉള്ള പേഷ്യൻറ്റിന് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ WBC കൗണ്ട് ഓർ ബ്ലഡ് കൗണ്ട് നമ്മൾ മോണിറ്ററും ചെയ്തിരിക്കണം. ദെൻ ചെസ്റ്റ് ട്യൂബ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടുത്തെ ഒരു സ്റ്റോമ സൈറ്റ് ചെക്ക് ചെയ്യണം. അതുപോലെ പേഷ്യൻ്റെ ബോഡി വെയ്റ്റ് നമ്മൾ മെഷറും ചെയ്യണം. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നമ്മൾ മോണിറ്റർ ചെയ്യണം, ഫുൾ ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യണം, സ്റ്റോമ സൈറ്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം, അതുപോലെ ബോഡി വെയ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇൻറ്റേർണൽ ഫീഡിങ് കൊടുക്കുക? ടു എൻഷുർ ഓപ്റ്റിമൽ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ദി പേഷ്യൻറ്റ്. വി ചെക്ക് ദ വെയ്റ്റ് ഓഫ് ദി പേഷ്യൻറ്റ് ഹു ഹാസ് ഇൻറ്റേർണൽ ഫീഡിങ്. നമ്മൾ എങ്ങനെ ബെഡ് റിഡൻ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ എങ്ങനെ വെയ്റ്റ് ചെക്ക് ചെയ്യും? അതിനു മുൻപ് നമ്മൾ എന്തൊക്കെ ചെയ്യണം? So if we move a patient who is bedridden quite long term, he will experience some pain while moving him. So in order to avoid that, we should provide him or we should give him a pain reliever and used either bed scales or hoist with scales building to lift the patient. അതായത് ബിഫോർ മൂവിങ് ദ പേഷ്യൻറ്റ് വി ഷുഡ് പ്രൊവൈഡ് ഹിം പെയിൻ റിലീവർ. നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? പേഷ്യൻറ്റിന് പെയിൻ റിലീവ് ചെയ്യാൻ വേണ്ടി എയ്തർ ബെഡ് സ്കെയിൽ, ഹോസ്റ്റ് വിത്ത് സ്കെയിൽസ് ബിൽഡ് ചെയ്യണം. നമ്മളിത് യൂസ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടി? പേഷ്യൻറ്റിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് സിപ്പ് ഫീഡിങ്. സിപ്പ് ഫീഡിങ് എന്നാൽ എന്താണ്? ഇതൊരു ടൈപ്പ് ഓഫ് ഫീഡാണ്. അത് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? all type of proteins, vitamins, minerals and trace elements to meet the patient's nutritional requirements. അതായത് പേഷ്യൻറ്റിന് ആവശ്യമുള്ള ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന എല്ലാ പ്രോട്ടീൻസ്, വിറ്റമിൻസ്, മിനറൽസ്, ട്രേസ് എലമെൻറ്റ്സ് ഇവയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഫേസാണ് സിപ്പ് ഫേസ് എന്ന് പറയുന്നത്. ഇഫ് എ പേഷ്യൻറ്റ് ഈസ് ഇൻ ന്യൂട്രീഷണൽ സപ്പോർട്ട് ആൻഡ് റിസീവ് ഹൈപ്പർ ഓസ്മോളാർ ഫീഡിംഗ്, പേഷ്യൻ്റ് ന്യൂട്രീഷണൽ സപ്പോർട്ടിലാണ്, അയാൾക്ക് കിട്ടുന്നത് ഹൈപ്രോസ്മോളാർ ഫീഡിംഗ് ആണ്. ആൾക്ക് ഡയേറിയയും ഉണ്ട്. ഹി ഹാസ് എ പ്രസൻസ് വിത്ത് ഡയേറിയ ബട്ട് ഹാസ് നോ പൈറക്സിയ. സോ എന്താകും അതിൻ്റെ കോസ്? നമ്മുടെ ഫീഡ് കൊണ്ടാണ് ആൾക്ക് ഡയേറിയ വന്നത്. എ പേഷ്യൻറ്റ് വിത്ത് ഈസോഫാഗൽ ട്യൂമർ വെയിറ്റിംഗ് ഫോർ സർജറി മോസ്റ്റ് ലൈക്ലി റൂട്ട് ടു പ്രൊവൈഡ് ഹിം വിത്ത് ന്യൂട്രീഷണൽ സപ്പോർട്ട് ഹി നീഡ്സ്. അതായത് ഈസോഫാഗൽ ട്യൂമർ ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അയാൾക്ക് സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഏത് ടൈപ്പ് ഓഫ് ന്യൂട്രീഷണൽ സപ്പോർട്ടാണ് ആൾക്ക് കൊടുക്കുക? ഈസോഫാഗൽ ട്യൂമർ ആണ്. ഈസോഫാഗൽ ട്യൂമർ വന്നാൽ അവിടെ ബ്ലോക്കേജ് ഉണ്ടാകും. MG ട്യൂബ് ഒന്നും അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ഫീഡ് ആണ് യൂസ് ചെയ്യേണ്ടത്? ഫീഡിംഗ് വയ റേഡിയോളജിക്കലി ഇൻസേർട്ടഡ് ഗ്യാസ്ട്രോസ്റ്റോമി. റേഡിയോളജിക്കലി ഇൻസേർട്ടഡ് ചെയ്ത ഗ്യാസ്ട്രോസ്റ്റോമി ആകണം നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. സ്റ്റൊമക്കിലേക്ക് ഡയറക്റ്റ് ആകണം ഫീഡ് കൊടുക്കുക. കാരണം മൗത്തിലൂടെ പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റില്ല. സോ ഈസോഫാഗൽ ട്യൂമർ കാരണം അവിടെ ബ്ലോക്കേജ് ഉള്ളതും റേഡിയോളജിക്കലി നമ്മൾ ഡിവൈസിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഗ്യാസ്ട്രോസ്റ്റോമി ആയിരിക്കണം നമ്മൾ പേഷ്യൻറ്റിന് ഫീഡ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുക. ഇഫ് ദ പേഷ്യൻറ്റ് ഈസ് ഇൻ ഇൻറ്റേർണൽ ഫീഡിംഗ്, how should we prevent the aspirations? So we should keep the patient on sitting position at least 45-degree angle. എത്ര ഡിഗ്രി ആംഗിളിലാണ്? 45-degree ആംഗിളിലാണ് പേഷ്യൻറ്റിനെ സിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റേർണൽ ഫീഡിംഗ് ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ആസ്പിറേഷനുള്ള റിസ്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആസ്പിറേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ MG ട്യൂബ് വഴി ഒരു മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ
നമ്മൾ എങ്ങനെയാണ് മെഡിസിൻ കൊടുക്കേണ്ടത്. സോ ദ ഡ്രഗ്സ് ദാറ്റ് ക്യാൻ ബി അബ്സോർബ്ഡ് വയ ട്യൂബ് ക്യാൻ ബി ക്രഷ്ഡ് ആൻഡ് ഗിവൺ ഡയലൂട്ടഡ് ഓർ ഡിസോൾവ്ഡ് ഇൻ 10 to 15 ml ഓഫ് വാട്ടർ. 10 to 15 ml ഓഫ് വാട്ടർ. MG ട്യൂബ് വഴി നൽകുന്ന മെഡിസിൻസ് എന്താകും? ക്രഷ് ചെയ്തിരിക്കണം, ഡയലൂട്ട് ചെയ്തിരിക്കണം, ഡിസോൾവ് ചെയ്യുകയും ചെയ്തിരിക്കണം ഇൻറ്റു 15 to 10 ml ഓഫ് വാട്ടർ. എന്നിട്ട് മാത്രമേ നമ്മൾ MG ഫീഡിങ് കൊടുക്കാൻ പാടുള്ളൂ. നമ്മളൊരു ഫീഡ് കൊടുക്കാൻ പോവുകയാണ്. പേഷ്യൻറ്റിന് അതിനു മുന്നേ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? which we should do before internal feeding via MG tube. So we need to check the pH of gastric aspirate. നമ്മൾ ആദ്യം ആസ്പിറേറ്റ് pH നോക്കണം. അപ്പോൾ ആസ്പിറേഷൻ്റെ സ്റ്റൊമക് കണ്ടൻസ് pH നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 5.5, അതായത് 5.5-ൽ കുറവായിരിക്കണം. ആൻഡ് വി നീഡ് ടു മെഷർ ദ MG ട്യൂബ് ഇസ് സെയിം ലെങ്ത് ആസ് ദ ടൈം ഓഫ് ഇൻസേർഷൻ. അതായത് മൂക്കിൽ നിന്നും പുറത്തേക്ക് കിടക്കുന്ന ട്യൂബ് നമ്മൾ മെഷർ ചെയ്ത് നോക്കണം. ഇൻസേർഷൻ ടൈമിൽ ഉണ്ടായിരുന്നത് തന്നെയാണോ ഇപ്പോഴും കിടക്കുന്നത്, അതോ എക്സ്ട്രാ എന്തെങ്കിലും പുറത്തേക്ക് കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ദ ലെങ്ത് ഓഫ് ദി ട്യൂബ് നമ്മൾ നോക്കണം. തീർച്ചയായിട്ടും സ്റ്റൊമക്കിൽ നിന്ന് നമ്മൾ കണ്ടന്റ് ആസ്പിറേറ്റ് ചെയ്തതിൻ്റെ pH നോക്കണം. ആ pH ബിലോ 5.5 ആയിരിക്കണം. നമ്മുടെ ഒരു പേഷ്യൻറ്റിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴൊക്കെയാണ് ആ പേഷ്യൻറ്റിന് വൈറ്റൽ സൈൻസ് നോക്കേണ്ടത്? വി ഷുഡ് ചെക്ക് ഹിസ് വൈറ്റൽ സൈൻസ് വിച്ച് ആർ ടെമ്പറേച്ചർ, പൾസസ് റേറ്റ്, BP ആൻഡ് റെസ്പിറേറ്ററി റേറ്റ് ബിഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ബിഗിൻസ് ആൻഡ് ആഫ്റ്റർ 15 minutes ആസ് ഇൻഡിക്കേറ്റഡ് ഇൻ ലോക്കൽ ഗൈഡ് ലൈൻസ് ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ദി ബാക്ക് ഓർ യൂണിറ്റ്. എപ്പോഴൊക്കെയാണ് നമ്മൾ വൈറ്റൽ സൈൻസ് നോക്കേണ്ടത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തുടങ്ങുന്നതിന് മുൻപും അതിനൊരു 15 minutes കഴിഞ്ഞും നോക്കണം. ആസ് ഇൻഡിക്കേറ്റഡ് ഇൻ ലോക്കൽ ഗൈഡ് ലൈൻസ്. ഓരോ ലോക്കൽ ഏരിയയിലും ലോക്കൽ ട്രസ്റ്റിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആകും ഉണ്ടായിരിക്കുന്നത്. സോ അതുപോലെ തന്നെ എന്താണോ നമ്മുടെ ഗൈഡ് ലൈനിൽ തന്നിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ നോക്കണം. മേ ബി 1 hour ഓർ എവറി 30 minutes എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നോക്കി ചെയ്യുക. Then finally at the end of the Bagger unit നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ പേഷ്യൻറ്റിൻ്റെ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യണം. എപ്പോഴൊക്കെയാണ് നോക്കേണ്ടത്? ബിഫോർ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ആഫ്റ്റർ 15 minutes ഓഫ് സ്റ്റാർട്ടിംഗ് ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇൻ അക്കോർഡിംഗ് ടു ദ ലോക്കൽ ഗൈഡ് ലൈൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രൊസീജിയർ. ആൻഡ് next we are moving to the patient comfort. Why we should provide extra care washing and drying elderly patient skin. എന്തുകൊണ്ടാണ് നമ്മൾ എൽഡർലി ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ സ്കിൻ വാഷ് ചെയ്യുമ്പോൾ എക്സ്ട്രാ കെയർ നൽകുന്നത്? എൽഡർലി ആയിട്ടുള്ള ആൾക്കാരുടെ സ്കിന്നിൽ റെഡ്യൂസ്ഡ് ബ്ലഡ് സപ്ലൈ ആണ് ഉണ്ടാവുന്നത്. അതുപോലെ തിൻ ആൻഡ് ലെസ് ഇലാസ്റ്റിക് ആയിട്ടുള്ള സ്കിന്നാകും അവർക്ക് ഉണ്ടാവുക. സെയിം ടൈം ലെസ് നാച്ചുറൽ ഓയിൽ പ്രൊഡക്ഷൻ ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്? റെഡ്യൂസ്ഡ് ബ്ലഡ് സപ്ലൈ ആൻഡ് അവരുടെ സ്കിൻ വളരെ തിൻ ആൻഡ് ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും, ഹാസ് ലെസ് നാച്ചുറൽ ഓയിൽ, അതുപോലെ ലെസ് റെസിസ്റ്റൻറ്റ് ഷിവറിങ് ഫോഴ്സ്. പേഷ്യൻറ്റ് ഷിവർ ചെയ്യുമ്പോൾ ഫോഴ്സിനോടുള്ള റെസിസ്റ്റൻസ് അവർക്ക് കുറവായിരിക്കും. ആൻഡ് വൂണ്ട് ഹീലിംഗ് ക്യാൻ ബി ഡിലേഡ്. നമ്മളുടെ മിസ്ലീഡിങ് കൊണ്ട് പേഷ്യൻറ്റിന് ഒരു വൂണ്ട് ഉണ്ടായി. സോ അത് ഹീൽ ചെയ്യാനായിട്ടുള്ള പ്രോസസ്സ് വളരെ ഡിലേ ആയിരിക്കും. ബിക്കോസ് അവർക്ക് ബ്ലഡ് സപ്ലൈ കുറവാണ്. സോ അവരുടെ സ്കിന്നിൽ ബ്ലഡ് സപ്ലൈ കുറവായിരിക്കും, തിൻ ആൻഡ് ഇലാസ്റ്റിക് അത് ആയിരിക്കും. നാച്ചുറൽ ഓയിൽ പ്രൊഡക്ഷനും വളരെ കുറവായിരിക്കും. ലെസ് റെസിസ്റ്റൻ്റ് ആയിരിക്കും ഷിവറിങ് ഫോഴ്സിലേക്ക്. സെയിം ടൈം വൂണ്ട് ഹീലിംഗ് ഡിലേ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ കെയർ എൽഡർലി പീപ്പിളിന് നൽകുന്നത്. ദെൻ പെരിഫറൽ ന്യൂറോപ്പതി ആൻഡ് ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻറ്റ് അയാളുടെ ടോൺ നെയിൽസ് നമ്മൾ കട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ നമുക്കത് കട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ഡോക്യുമെൻറ്റ് ക്ലിയർലി ദ റീസൺ ഫോർ നോട്ട് കട്ടിങ് ഹിസ് ടോൺ നെയിൽസ്. എന്തുകൊണ്ടാണ് അയാളുടെ നെയിൽ കട്ട് ചെയ്യാത്തത് എന്നതിൻ്റെ റീസൺ നമ്മൾ കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. ദെൻ റെഫർ ഹിം ടു എ കിറോപോഡിസ്റ്റ് ആണ് നെയിൽ സ്പെഷ്യലിസ്റ്റ്. നമ്മൾ അതുകൊണ്ട് നെയിൽ സ്പെഷ്യലിസ്റ്റിലേക്ക് റെഫർ ചെയ്ത് കൊടുക്കണം. He can cut it off. And so if we are not able to cut a nail of the patient who has diabetic mellitus and peripheral neuropathy, what we should do? We should document clearly and
we didn't cut the toenail. We should refer him to a therapist. While dealing with a patient who is agitated and unable to settle. ഡിഫിക്കൽട്ടി ഇൻ സ്ലീപ്പിംഗ് ആൻഡ് ഈസ് ഇൻ പെയിൻ. എജിറ്റേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിനെയാണ് ഡീൽ ചെയ്യുന്നത്. അണേബിൾ ടു സെറ്റിലാണ് ഈ പേഷ്യൻറ്റിൻ്റെ. സെയിം ടൈം ഡിഫിക്കൽട്ടി ഇൻ സ്ലീപ്പിംഗ് ആൻഡ് പെയിനും ഉണ്ട്. അയാളെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുമെന്നാണ് നോക്കാൻ പോകുന്നത്. ആസ്ക് ഹെർ ടു സ്കോർ ഓഫ് പെയിൻ. അതായത് 1 to 10 സ്കെയിലിൽ എത്രയാണ് പെയിൻ എന്ന് ചോദിക്കുക. ദെൻ ഇറ്റ്സ് ഇൻറ്റൻസിറ്റി, അത് എത്ര ഇൻറ്റൻസ് ആണോ ഷാർപ്പാണോ, ദെൻ എന്ത് ടൈപ്പ് പെയിൻ ആണോ, അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്, എത്ര ടൈം ഉണ്ടെന്നും ഒക്കെ ചോദിക്കണം. ദെൻ ദ സൈറ്റ്, ഏത് പ്ലേസിലാണ്, അതായത് അബ്ഡോമിനിലാണെങ്കിൽ അപ്പർ ക്വാർട്ടറിലാണോ അല്ലെങ്കിൽ ലോവർ ക്വാർട്ടറിലാണോ, എവിടെയാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് ചോദിക്കണം. അപ്പോൾ റിലീവിങ് മെഷേഴ്സ് ആവശ്യമുണ്ടോ, നടക്കുവാണെങ്കിൽ കുറയുമോ, ഹീറ്റ് വെച്ചാൽ കുറയുമോ, അതുപോലെ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുമ്പോൾ റിലീവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് ഇറ്റ് മേക്ക് ഇറ്റ് വേഴ്സ്. അതായത് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കൂടുന്നുണ്ടോ, ഹെവി ആയി എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്യുമ്പോൾ കൂടുന്നുണ്ടോ, അതുപോലെ കാല് മൂവ് ചെയ്യുമ്പോൾ പെയിൻ കൂടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിരിക്കണം. ദെൻ നോൺ വെർബൽ ക്ലോസ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, പേഷ്യൻ്റ് ലിപ്സ് ഡ്രൈ ആകുന്നുണ്ടോ, ദെൻ വൈറ്റൽ സയൻസ് നോക്കുമ്പോൾ ഹേർട്ട് റേറ്റ് കൂടുതൽ ആയിരിക്കും. സോ ഇതൊക്കെ നമ്മൾ നോക്കണം. ആഫ്റ്റർ ഡിറ്റർമൈൻ ദ അപ്രോപ്രിയേറ്റ് പെയിൻ മാനേജ്മെൻറ്റ് മെത്തേഡ്സ്. ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയാണ് നോക്കുന്നത്? ടു അപ്രോപ്രിയേറ്റ് പെയിൻ മാനേജ്മെൻറ്റ് മെത്തേഡ്സ്. പെയിൻ ഇൻറ്റൻസിറ്റി, സൈറ്റ്, ഡ്യൂറേഷൻ, പെയിൻ സോർ എന്നിവയൊക്കെ അനുസരിച്ച് കോസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. അതുപോലെ എന്തെങ്കിലും റിലീവിങ് മെഷേഴ്സ് ഓർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേഴ്സ്റ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിരിക്കണം. ദെൻ നോൺ വെർബൽ കോസസ് ലൈക്ക് പേഷ്യൻറ്റിന് വൈറ്റൽ സയൻസ് നോക്കുകയും ഫേഷ്യൽ എക്സ്പ്രഷൻ നോക്കുകയും മനസ്സിലാക്കണം. പേഷ്യൻറ്റിന് എന്തെങ്കിലും പെയിൻ ഉണ്ടോ എന്ന്, എന്നാൽ മാത്രമേ ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വെൻ ക്യാൻ യു അഡ്മിനിസ്റ്റർ നൈട്രസ് ഓക്സൈഡ് ഫോർ എ പേഷ്യൻറ്റ്. അതായത് ഇറ്റ്സ് ആൻ അനാൽജസിക് ഫോർ എ പേഷ്യൻറ്റ്. നൈട്രസ് ഓക്സൈഡ് നമ്മൾ ചെയ്യുന്നത് ഷോർട്ട് ടേം പെയിൻ റിലീഫിന് വേണ്ടിയാണ്. അതുപോലെ ആങ്സൈറ്റി കുറയ്ക്കാൻ നമ്മൾ നൈട്രസ് ഓക്സൈഡ് കൊടുക്കാറുണ്ട്. ദെൻ വൂണ്ട് ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യുകയാണ്. കുറച്ച് നേരത്തേക്ക് പേഷ്യൻറ്റിന് പെയിൻ ഉള്ളൂ, അപ്പോൾ നമ്മൾ വൂണ്ട് ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിന് നൈട്രസ് ഓക്സൈഡ് കൊടുക്കാം. അതുപോലെ തന്നെ ചെസ്റ്റ് ഡ്രെയിൻ റിമൂവ് ചെയ്യുമ്പോൾ ആങ്സൈറ്റി കുറയ്ക്കാനായിട്ട് നമുക്ക് നൈട്രസ് ഓക്സൈഡ് കൊടുക്കാം. അപ്പോൾ ആങ്സൈറ്റി കുറയ്ക്കാൻ, ചെസ്റ്റ് ഡ്രെയിൻ റിമൂവ് ചെയ്യാൻ, വൂണ്ട് ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് നൈട്രസ് ഓക്സൈഡ് കൊടുക്കുന്നതിനായിട്ട് സാധിക്കും. Then, if the patient is on opioids medication, what are the key nurses intervention a nurse should do? She should check for respiratory rate, bowel movement, record and patient pain assessment score ചെയ്യണം. അതായത് next we are going to respiration. Okay. Respiration means if the patient who has respiratory disease and difficulties, what are the things we should do for? First, initial assessment. Patient who has some respiratory difficulty, initial assessment we should do for him. We should observe the patient breath and pattern. നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യൻറ്റിൻ്റെ ബ്രീത്തിങ് പാറ്റേൺ ചെക്ക് ചെയ്യണം. ഈസിനെസ് ആൻഡ് കംഫർട്ട്നെസ് എത്രമാത്രം ഈസി ആയിട്ടാണോ പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യുന്നത്, ദ സെയിം ടൈം റേറ്റ് ആൻഡ് പാറ്റേൺ. ബ്രീത്തിങ് പാറ്റേൺ ആൻഡ് റേറ്റ് എങ്ങനെയാണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. If the patient is getting oxygen therapy, what are the things should be there in the oxygen therapy? So, type of oxygen delivery system and ഏത് ടൈപ്പിലൂടെയാണ് ഓക്സിജൻ കൊടുക്കുന്നത്, അതായത് മാസ്കിലൂടെയാണോ, വെഞ്ചുറി മാസ്കിലൂടെയാണോ, നേസൽ ക്യാനുലയിലൂടെയാണോ, ഏത് ടൈപ്പാണ്, എങ്ങനെയാണ് ഓക്സിജൻ കൊടുക്കേണ്ടത്. സോ ഇതൊക്കെ കൺസിഡർ ചെയ്യണം. ഇൻസ്പയർഡ് ഓക്സിജൻ പെർസെൻറ്റേജ്, എത്രമാത്രം ഓക്സിജൻ പേഷ്യൻറ്റിന് കിട്ടണം എന്നുള്ളതാണ്. ഡ്യൂറേഷൻ ഓഫ് ദി തെറാപ്പി, ഇതൊക്കെയാണ് ഓക്സിജൻ പ്രിസ്ക്രിപ്ഷൻ കിട്ടുമ്പോൾ അതിൽ ഉണ്ടാകേണ്ടത്. ദെൻ ടൈപ്പ് ഓഫ് ഓക്സിജൻ ഡെലിവറി സിസ്റ്റം, ഏത് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഡെലിവറി ചെയ്യേണ്ടത്. ഒന്നുകിൽ മാസ്ക് ആയിരിക്കും, അല്ലെങ്കിൽ വെഞ്ചുറി മാസ്ക് ആയിരിക്കും, നേസൽ ക്യാനുല ആയിരിക്കും. എത്ര പെർസെൻറ്റേജ് ആകണം നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത്. ദെൻ ഡ്യൂറേഷൻ, ഹൗ ലോങ് വി നീഡ് ടു ഓക്സിജൻ സപ്ലിമെൻറ്റ് ടു ദ പേഷ്യൻറ്റ് വൈൽ ഡൂയിങ് എ enterotracheal section, and how long we can insert the catheter inside. So it should not never inside the catheter for longer than 10 to 15 seconds. So the catheter should be less than 15 seconds inside the tube.
we are not supposed to be less than 15 seconds inside the PT tube. So ഡ്യൂറേഷൻ ടൈം എത്രയാണ്? മാക്സിമം 15 സെക്കൻഡ്സ് ആണ്. സക്ഷൻ ടൈം എന്ന് പറയുന്നത് 15 സെക്കൻഡ്സ് ആണ്. Now we are going to see how many liters of oxygen we can administer through a nasal cannula and why. The maximum liters of oxygen we can administer through a nasal cannula is 6 liters. And why? Because a higher range can cause mucosal drying and may leads to epistaxis. സോ എന്താണ് എപ്പിസ്റ്റാക്സിസ്? നേസൽ ബ്ലീഡിങ്ങിനെയാണ് എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുന്നത്. സോ ഓക്സിജൻ ഹയർ റേറ്റ് നമ്മളുടെ മ്യൂക്കോസൽ ഡ്രൈ ആക്കും. അതുകൊണ്ട് തന്നെ നേസൽ ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം 6 ലിറ്റേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ദെൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പേഷ്യൻ്റ് വരുവാണെന്ന് വിചാരിക്കുക. പേഷ്യൻറ്റിന് വെൻട്രിക്കുലാർ ഫൈബ്രിലേഷൻ ആണ്. അപ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ ഡീഫൈബ്രിലേഷൻ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ഡീഫൈബ്രിലേറ്റ് ചെയ്യുന്നത്? ടു റീസ്റ്റാർട്ട് ദ ഹേർട്ട്. അതായത് നമ്മുടെ ഹേർട്ട് റീസ്റ്റാർട്ട് ചെയ്യാനാണ് പേഷ്യൻറ്റിനെ ഡീഫൈബ്രിലേറ്റർ യൂസ് ചെയ്യുന്നത്. സോ VF ഉള്ള ഒരു പേഷ്യൻറ്റിന് നമ്മൾ ഡീഫൈബ്രിലേറ്റ് ചെയ്യും. എന്തിനാണ് ഡീഫൈബ്രിലേഷൻ ചെയ്യുന്നത്? ഹേർട്ട് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ എന്തുകൊണ്ടാണ് ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ റെസ്പിറേറ്ററി തെറാപ്പിയിൽ യൂസ് ചെയ്യുന്നത്? ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ റെസ്പിറേറ്ററി തെറാപ്പിയിൽ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? അതിൻ്റെ റീസൺ നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ഓക്കെ, ഓക്സിജൻ ഈസ് എ ഡ്രൈ ഗ്യാസ് വിച്ച് ക്യാൻ ഗോസ് ഇവാപ്പറേഷൻ വിത്ത് വാട്ടർ ഫ്രം ദ റെസ്പിറേറ്ററി ട്രാക്ട് ആൻഡ് ലീഡ്സ് ടു തിക്കൻ മ്യൂക്കസ് ഇൻ ടു എയർവേ. ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു ഡ്രൈ ഗ്യാസ് ആണ്. നമ്മൾ ഡ്രൈ ഗ്യാസ് കൊടുക്കുമ്പോൾ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മുടെ എയർവേയിലുള്ള മ്യൂക്കസിനെ തിക്കനാക്കാനുമുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ഓക്സിജൻ കൊടുക്കുമ്പോൾ സീലിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് ഡിക്രീസ് ചെയ്ത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ കൊടുക്കുന്നത്. നെക്സ്റ്റ്, ഹാൻഡ്ലിംഗ് ഓഫ് എ സ്പെസിമെൻ വിച്ച് ഹാസ് എ ബയോഹസാർഡ് സ്റ്റിക്കർ. ബയോഹസാർഡ് സ്റ്റിക്കർ ഉള്ള സ്പെസിമെനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഡബിൾ ബാഗ് ഇറ്റ് വിത്ത് സെൽഫ് സീലിംഗ് ബാഗ്. അതായത് സെൽഫ് സീലിംഗ് ആയിട്ടുള്ള ബാഗ് ആകണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഡബിൾ ബാഗ്, അതായത് 2 ബാഗിൽ വേണം സീൽ ചെയ്യാൻ, അത് കളക്ട് ചെയ്യാൻ. ആൻഡ് ദെൻ വെയർ ഗ്ലൗസസ് ആൻഡ് വെൻ ഹാൻഡിൽ ദ സ്പെസിമെൻ. അതായത് വെയർ ഗ്ലൗസ് വെൻ ഹാൻഡിൽ ദ സ്പെസിമെൻ. സ്പെസിമെൻസ് എപ്പോഴും ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൗസ് വെയർ ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ്, നമ്മളിപ്പോൾ ഒരു വെനി പങ്ക്ചർ ചെയ്യുകയാണ്. നമുക്ക് എങ്ങനെ അവിടെ ഒരു ഹെമാറ്റോമ ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും? ചൂസ് എ സോഫ്റ്റ് ബൗൺസി വെയിൻ ദാറ്റ് റീഫിൽ വെൻ ഡിപ്രസ്ഡ്. നമ്മൾ ചൂസ് ചെയ്യുന്ന വെയിൻ സോഫ്റ്റ് ആകണം, ഹാർഡ് ആവരുത്. അതുപോലെ തന്നെ ഓൾറെഡി പ്രിക്ക് ചെയ്ത സ്ഥലത്താകരുത് എഗെയിൻ പ്രിക്ക് ചെയ്യുന്നത്. ചൂസ് എ സോഫ്റ്റ് ആൻഡ് ബൗൺസി വെയിൻ. ബൗൺസിങ് എന്നാൽ പൊങ്ങിയും താഴ്ന്നും വരുന്ന ഒരു ബൗൺസിങ് ഇഫക്റ്റ് ഉള്ള വെയിൻ ആകണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ദാറ്റ് റീഫിൽ വെൻ ഡിപ്രസ്ഡ്. നമ്മൾ പ്രസ് ചെയ്യാനായിട്ട് പ്രസ് ചെയ്താൽ ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കലി ഫില്ലാവണം. അതായത് അവിടെ ഒരു ബ്ലോക്കേജ് ഒന്നും ഇല്ലെന്ന് നമ്മൾ അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. ബ്ലോക്കേജ് ഒന്നും ഇല്ല എന്നുള്ളത്. ദെൻ വി നീഡ് ടു അഡ്വൈസ് ദ പേഷ്യൻറ്റ് ടു കീപ് ഹിസ് ആം സ്ട്രെയിറ്റ് വൈൽ ഫേം പ്രഷർ ഈസ് അപ്ലൈഡ്. We need to advise the patient to keep his arm while pressure is applied. അതായത് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ കൈ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കാൻ പറയുക. വെയിൻ ചൂസ് ചെയ്യുന്ന സമയത്ത് കൈ സ്ട്രെയിറ്റ് ആയി വെക്കാൻ പേഷ്യൻറ്റിനെ ഇൻസ്ട്രക്ട് ചെയ്യുകയും വേണം. എങ്ങനെയുള്ള വെയിനാണ് യൂസ് ചെയ്യേണ്ടത്? സോഫ്റ്റ് ആൻഡ് ബൗൺസി വെയിൻ ആവണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ആ വെയിൻ റീഫില്ല് ചെയ്യണം. നമ്മൾ ഡിപ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈസിലി ഡിറ്റക്റ്റബിൾ ആയിരിക്കണം. അതുപോലെ ചൂസിങ് ടൈം പേഷ്യൻ്റെ ഹാൻഡ് സ്ട്രെയിറ്റ് ആക്കാനും പറയുക. അതുപോലെ തന്നെ അഡൽട്ട് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് കൾച്ചറിന് എത്ര ബ്ലഡ് ആകണം എടുക്കേണ്ടത്? വി ഷുഡ് കളക്ട് അറ്റ്ലീസ്റ്റ് 10 ml ഓഫ് ബ്ലഡ്. 10 ml ഓഫ് ബ്ലഡ് ആകണം ഒരു അഡൽട്ട് പേഷ്യൻറ്റിൽ നിന്ന് നമ്മൾ ബ്ലഡ് കൾച്ചറിങ്ങിനായിട്ട് കളക്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ എത്ര ടൈപ്പ് ഓഫ് ബ്ലഡ് കൾച്ചർ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ബ്ലഡ് കൾച്ചർ ബോട്ടിലാണ് യൂസ് ചെയ്യേണ്ടത്? എയറോബിക് കൾച്ചർ ബോട്ടിലാണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, എന്തൊക്കെയാണ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഇൻഫെക്ഷൻ? വെൻ ഷീ ഓർ ഹി ഹാസ് ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ ഓർ പൈറക്സിയ, ഹി വിൽ ഹാവ് ഷിവറിംഗ്, ട്രക്കികാർഡിയ ആൻഡ് ഹൈപ്പോടെൻഷൻ.
അപ്പോൾ എന്തൊക്കെയാണ് ഇൻഫെക്ഷൻ ഉള്ള ആളിൽ പെട്ടെന്ന് നമുക്ക് കാണാവുന്ന സിംറ്റംസ്? ടെമ്പറേച്ചർ ഹയർ ആയിരിക്കും, ഷിവറിംഗ് ഉണ്ടാകും, ട്രക്കിക്കാർഡിയ ഉണ്ടാകും ആൻഡ് ഹൈപ്പർടെൻഷനും ഉണ്ടായിരിക്കും. ഒരു പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്ന ഒരു പേഷ്യൻറ്റിന് എന്തൊക്കെ റേഡിയോളജിക്കൽ എക്സാമിനേഷൻസ് ആണ് ചെയ്യാൻ പാടില്ലാത്തത്? MRI ചെയ്യാൻ പാടില്ല, CT സ്കാൻ, എക്സ്റേ ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ MRI ചെയ്യാനായിട്ട് പറ്റില്ല. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിന് MRI ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ്, ഒരു പേഷ്യൻ്റ് കൊളോണോസ്കോപ്പി കഴിഞ്ഞു, പക്ഷേ അയാൾ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്, അയാൾക്ക് ക്രാംസ് ഉണ്ട്, ക്രാം പെയിൻ ഉണ്ട് വയറ്റിലെന്നൊക്കെ. സോ വാട്ട് ഷുഡ് ബി ഡു? ദ പേഷ്യൻറ്റ് who has cramping sensation in the abdomen after colonoscopy, we should tell the patient to eat and drink as soon as sedation has completed. അതായത് സെഡേഷൻ എഫക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യൻറ്റിനോട് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ആയി പറയുക. എങ്ങനെയുള്ള പേഷ്യൻസിനാണ് കൊളോണോസ്കോപ്പി കഴിഞ്ഞ് അബ്ഡോമിനൽ ക്രാംസ് കംപ്ലൈൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്? വാട്ട് ആർ ദ കോംപ്ലിക്കേഷൻസ് ക്യാൻ ഹാപ്പൻ ആഫ്റ്റർ എ ലിവർ ബയോപ്സി? ലിവർ ബയോപ്സിക്ക് ശേഷം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ദ പേഷ്യൻസ് മേ ഹാവ് ഇൻഅഡ്വർട്ടൻറ്റ് പങ്ക്ചർ വിത്ത് പ്ലൂറ, അതായത് പ്ലൂറയിൽ ഒരു പങ്ക്ചർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ബ്ലഡ് വെസൽ ആൻഡ് ബൈൽ ഡക്റ്റും പങ്ക്ചർ ആകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ലിവർ ബയോപ്സി കഴിഞ്ഞ പേഷ്യൻറ്റിലുള്ള പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വി ആർ മൂവിങ് ടു വാട്ട് മേ ലീഡ് ടു ഡു എ ഒബ്സർവേഷൻ ടു ദി പേഷ്യൻറ്റ്. ഇഫ് an adult patient in acute hospital setting, observation may taken when they are admitted and initially assessed. A plan should be clearly documented which identified which observation should taken and how frequently subsequent observation should be done. ഒരു അക്യൂട്ട് ഹോസ്പിറ്റൽ സെറ്റിങ്ങിലാണ് ഒരു പേഷ്യൻ്റ് വരുന്നതെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഒബ്സർവേഷൻ ചെയ്യേണ്ടത്? വെൻ ദേ ആർ അഡ്മിറ്റഡ് ആൻഡ് ഇനീഷ്യലി അസസ്ഡ്. എപ്പോഴാണ് ഇനീഷ്യൽ അസസ്മെൻറ്റ് ചെയ്തത് അപ്പോഴാണ് ഒബ്സർവേഷൻ നോക്കേണ്ടത്. എ പ്ലാൻ ഷുഡ് ബി ക്ലിയർലി ഡോക്യുമെൻറ്റഡ് വിച്ച് ഐഡൻറ്റിഫൈഡ് വിച്ച് ഒബ്സർവേഷൻ ഷുഡ് ടേക്കൺ. അതായത് നമ്മൾ ക്ലിയർലി ഡോക്യുമെൻറ്റേഷൻ ചെയ്തിരിക്കണം നമ്മുടെ പ്ലാൻ ആൻഡ് ഏത് ഒബ്സർവേഷൻ ആണോ ചെക്ക് ചെയ്യേണ്ടതെന്ന്. സോ ഡോക്യുമെൻ്റ് ചെയ്യണം. ആൻഡ് ഹൗ ഫ്രീക്വൻ്റ്ലി ഒബ്സർവേഷൻ, അതായത് എത്ര ഫ്രീക്വൻ്റ്ലി ആയിട്ട് നമ്മൾ ഒബ്സർവേഷൻ ചെയ്യണം എന്നുള്ളതും ദെൻ മെൻഷൻ ചെയ്യണം ഇത് ചെയ്തത്. നെക്സ്റ്റ്, എന്താണ് ഏർലി വാർണിംഗ് സ്കോർ? ഇറ്റ് പ്രൊവൈഡ് ഏർലി ആക്യുറേറ്റ് പ്രെഡിക്റ്റർ വിത്ത് deterioration by identified physiological criteria that alert the staff, the patient at risk. Early warning score എന്നാൽ അതൊരു early accurate predictor ആണ് with deterioration by identified physiological criteria. അതായത് ഡിറ്റോറിയേറ്റ് ചെയ്യുന്ന പേഷ്യൻറ്റിൻ്റെ early accurate predictor ആണ് early warning score. അതെന്താണ് ചെയ്യുന്നത്? By identified physiological criteria of the patient, it will alert the nursing staff and that the patient is in risk. അതായത് പേഷ്യൻസിന് എന്തെങ്കിലും പെർട്ടിക്കുലർ റിസ്ക് ഉണ്ടെന്ന് നഴ്സിംഗ് സ്റ്റാഫിന് അലേർട്ട് ചെയ്യുന്ന ഒരു ടൂളാണ് ഏർലി വാർണിംഗ് സ്കോർ. ഇഫ് ദ പേഷ്യൻ്റ് ഈസ് കംപ്ലൈനിങ് ആൻഡ് സെയിങ് ദാറ്റ് ഹിസ് ഹേർട്ട് ഈസ് റേസിംഗ് പൾസ് ഈസ് ടു ഫാസ്റ്റ് ടു മാനുവലി പാൽപിറ്റേറ്റഡ്, അതായത് പാൽപിറ്റേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ്. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ഡു ദ ഫുൾ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഇൻക്ലൂഡിങ് BP, ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, ഓക്സിജൻ സാച്ചുറേഷൻ ആൻഡ് 12 ലീഡ് ECG. അതായത് നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞത്. എന്തൊക്കെ ചെക്ക് ചെയ്യണം? പേഷ്യൻറ്റിൻ്റെ BP, ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, ഓക്സിജൻ സാച്ചുറേഷൻ ആൻഡ് 12 ലീഡ് ECG. ദെൻ ടെമ്പറേച്ചറും ചെക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് ഫുൾ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ. അതായത് ഈ ഫുൾ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾ 12 ലീഡ് ECGയും എടുത്തിരിക്കണം. ദ പേഷ്യൻറ്റ് ഷുഡ് ബി റിവ്യൂഡ് ബൈ എ മെഡിക്കൽ പ്രാക്ടീഷണർ. അതായത് ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഈ പേഷ്യൻറ്റിനെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ, അതായത് ഒരു ഡോക്ടറിനെ കൊണ്ട് റിവ്യൂ ചെയ്തിരിക്കണം. പേഷ്യൻറ്റിൻ്റെ ഓർത്തോസ്റ്റാറ്റിക് BP നമ്മൾ എപ്പോഴാണ് എടുക്കേണ്ടത്? Orthostatic BP measurement we indicated
we indicated the patient has the history of dizziness, syncope, changing position. ഇപ്പോൾ നമ്മുടെ പേഷ്യൻറ്റിന് ഡിസ്നെസ് അല്ലെങ്കിൽ സിങ്കോർപ്പിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് വിചാരിക്കുക. ചേഞ്ചിങ് പൊസിഷൻസ് ചെയ്യുമ്പോൾ, അതായത് പേഷ്യൻറ്റിന് ഡിസിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ ഓർത്തോസ്റ്റാറ്റിക് BP ചെക്ക് ചെയ്യണം. ദെൻ ഹൈപ്പർടെൻഷൻ ഉള്ള ആൾക്ക് ഉണ്ടാകുന്ന ആഡ്വേഴ്സ് ഇഫക്റ്റ് എന്തൊക്കെയാണ്? ഹി വിൽ എക്സ്പീരിയൻസ്ഡ് ഡിക്രീസ്ഡ് കോൺഷ്യസ്നെസ് ലെവൽ, ഒളിഗുറിയ ആൻഡ് ഡിക്രീസ്ഡ് കൊറോണറി ബ്ലഡ് ഫ്ലോ. അതായത് ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്ക് കോൺഷ്യസ്നെസ് ലെവൽ കുറവായിരിക്കും. ഒളിഗുറിയ, ദാറ്റ് മീൻസ് യൂറിൻ ഔട്ട്പുട്ട് കുറവായിരിക്കും. ആൻഡ് ഡിക്രീസ്ഡ് കൊറോണറി ബ്ലഡ് ഫ്ലോ, അതായത് കൊറോണറി ബ്ലഡ് ഫ്ലോയും കുറവായിരിക്കും. ഓക്കെ, ദെൻ ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാൾക്ക്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്.